കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. റോമാലേഖന പഠനത്തിലാണ് നാം ആയിരിക്കുന്നത്. കഴിഞ്ഞ ചില ആഴ്ചകളായി റോമാലേഖനത്തിലെ ആഴമേറിയ സത്യങ്ങൾ നാം ചേർന്ന് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു. 100 കണക്കിന് മാർമിക സത്യങ്ങൾ ദൈവം പൗലോസ് അപ്പോസ്തലനിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. മർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ചില മർമ്മങ്ങൾ മാത്രമല്ല, 100 കണക്കിന് മർമ്മങ്ങൾ. എന്നാൽ അതിലെ പ്രധാനപ്പെട്ട ചില മൈൽ സ്റ്റോൺസ്, 6-7 മർമ്മങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ എടുത്ത് പഠിപ്പിക്കാറുണ്ട്. ഞാനും എൽദോ ബ്രദറും നദീഷ് ചെറിയാൻ ബ്രദറും ഒക്കെ പല പ്രത്യേക മർമ്മങ്ങളെ കുറിച്ച് എടുത്ത് പഠിപ്പിക്കാറുണ്ട്. അത് ചില മേജർ മൈൽ സ്റ്റോൺസ് മാതിരി, ചില മെയിൻ മൈൽ സ്റ്റോൺസ് മാതിരി. എന്നാൽ 100 കണക്കിന് മർമ്മങ്ങളാണ് കർത്താവ് പൗലോസ് അപ്പോസ്തലനോട് തിരുവചനത്തിലൂടെ നമ്മെ അറിയിച്ചിരിക്കുന്നത്. ആ മർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉലക സ്ഥാപനം മുതൽ മറഞ്ഞിരുന്നതും, അതായത് സ്വർഗത്തിൽ ദൈവം മറച്ചു വെച്ചിരുന്നതും നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചിരുന്നതുമായ ദൈവിക അനുഭവങ്ങളാണ്, ദൈവിക പദ്ധതികളാണ് ഈ മർമ്മങ്ങൾ എന്ന് പറയുന്നത്. അത് ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പേ മറഞ്ഞിരുന്നതാണ്, നമ്മുടെ തേജസ്സിനായിട്ട് ദൈവം മുൻ നിയമിച്ചിരുന്നതാണ്. എന്നാൽ അത് ജനത്തിനോ ലോകത്തിനോ അറിയത്തില്ലായിരുന്നു. അങ്ങനെ മറഞ്ഞിരുന്ന സത്യങ്ങളാണ്. അതിൻ്റെ ഒരു കലവറയാണ് ഈ 13 പൊളൈൻ എപ്പിസ്റ്റൽസ് എന്ന് പറയുന്നത്. ബൈബിളിൽ കൂടി 13 ലേഖനങ്ങൾ പൗലോസ് അപ്പോസ്തലനോട് എഴുതിയിരിക്കുന്നു. ആ 13 ലേഖനങ്ങൾ അതിൻ്റെ ഒരു കലവറയാണ്. നിറയെ മാർമിക സത്യങ്ങൾ ആ 13 ലേഖനങ്ങളിൽ കൂടെ നമ്മളെ അറിയിച്ചിരിക്കുക. അത് പൗലോസ് അപ്പോസ്തലനോട് മാത്രമാണ് ഈ ലോകത്തെ അറിയിച്ചതും ഈ ലോകത്തോട് ദൈവം സംസാരിക്കുന്നതും. ഈ കാലഘട്ടത്തിൽ യേശുവിനെ പ്രസംഗിക്കുന്നത് പൗലോസ് അപ്പോസ്തലനിലൂടെ അറിയിച്ച ആ മർമ്മങ്ങളുടെ വെളിച്ചത്തിലായിരിക്കണം. ആ റിവീൽഡായി കിട്ടിയ ആ മിസ്റ്ററിയുടെ വെളിച്ചത്തിലും പൗലോസ് അപ്പോസ്തലനിലൂടെ നമ്മളെ അറിയിച്ച ആ സുവിശേഷത്തിനൊത്തവണ്ണമായിരിക്കണം ഈ കാലഘട്ടത്തിൽ കർത്താവിനെ നാം പ്രസംഗിക്കേണ്ടുന്നത്. ഇതെന്റെ അഭിപ്രായമല്ല, ബൈബിൾ നമ്മളെ അസന്നിഗ്ധമായിട്ട് പഠിപ്പിക്കുന്ന കാര്യമാണ്. പ്രീച്ചിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അക്കോർഡിംഗ് ടു മൈ ഗോസ്പൽ ആൻഡ് അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി. ഈ കാര്യങ്ങൾ കൂടെ ഞാൻ ആ വാക്യം ഒന്ന് കാണിക്കാം. റോമാലേഖനത്തിൽ നമ്മൾ പഠിക്കുന്ന ലേഖനത്തിൽ തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. കണ്ടതിന്റെ 16-ാം അധ്യായം 25-ാം വാക്യം ഇവിടെ നോക്കി എഴുതിയിരിക്കുന്നുണ്ടോ? അക്കോർഡിംഗ് ടു മൈ ഗോസ്പൽ, അതായത് എന്റെ സുവിശേഷത്തിനും, ആൻഡ് ദ പ്രീച്ചിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി, അതായത് മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരിച്ചുള്ള എന്റെ സുവിശേഷം. മനസ്സിലായോ? ഈ കാലഘട്ടത്തിൽ സുവിശേഷം പ്രസംഗിക്കേണ്ടുന്നത് ആ പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവം ലോകത്തെ അറിയിക്കുവാനായിട്ട് തനിക്ക് കൈമാറിയിരിക്കുന്നതും തനിക്ക് മർമ്മത്തിന്റെ വെളിപ്പാടുകളായി ലഭിച്ചിരിക്കുന്നതുമായ ആ സുവിശേഷം വേണം ഇന്ന് ലോകത്തെ അറിയിക്കുവാൻ എന്ന് റോമാലേഖനത്തിൽ കൂടെ നമ്മളോട് സംസാരിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാലഘട്ടത്തിലെ സഭ നാം പഴയ നിയമകാലത്ത് പഠിച്ചിരുന്നതോ അതിനു മുൻപ് പ്രവാചകന്മാരിൽ കൂടി പിതാക്കന്മാരിൽ കൂടി അറിയിച്ചിരുന്നതോ ആയ ഒരു കാര്യമല്ല. കൊലോസ്യ ലേഖനം 1:26 നിങ്ങൾക്കൊക്കെ കാണാപ്പാഠം ഇതിനോടകം അറിയാവുന്ന ഒരു വാക്യമാണ്. അവിടെ പറയുന്നത് അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും. മനസ്സിലായോ? അതായത് തന്റെ വിശുദ്ധന്മാരിൽ കൂടി ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി തന്നതാണ് സ്വർഗീയ സഭ, അല്ലെന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സഭ, അല്ലെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ദൈവിക പദ്ധതി. അതിന്റെ സുവിശേഷം മുന്നേ ആരും അറിഞ്ഞിരുന്നില്ല, ആർക്കും തന്നെ അറിയത്തില്ലായിരുന്നു. കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ കൂടെ പ്രസംഗിച്ചിരുന്നില്ല. 12 അപ്പോസ്തലന്മാർക്ക് അറിയത്തില്ല, പ്രവാചകന്മാർക്ക് അറിയത്തില്ല, പിതാക്കന്മാർക്ക് അറിയത്തില്ല. ബിക്കോസ് ദാറ്റ് വാസ് സംതിങ് കംപ്ലീറ്റ്ലി ഹിഡ് ഇൻ ഗോഡ് ഇൻ ദ ഹെവൻലീസ്. സ്വർഗത്തിൽ മറഞ്ഞിരുന്നതാ. കൊലോസ്യർ 1:26 ഞാനിപ്പോ ഈ പറഞ്ഞു കേൾപ്പിച്ചത്. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ എന്ത് മർമ്മം, എന്തിനാണ് ആ മർമ്മം എന്ന് പറയുന്നത്? സഭയാകുന്ന മർമ്മം. അതിന്റെ മേലെയുള്ള വാക്യങ്ങൾ 24-25 വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ സഭ മറഞ്ഞിരുന്നെന്നും ആ മറഞ്ഞിരുന്ന മർമ്മം ഈ കാലഘട്ടത്തിൽ വെളിപ്പെട്ടിരിക്കുന്നുവെന്നും പറയുകയാണ്. ആ സഭയുടെ സുവിശേഷം അറിയിക്കേണ്ടുന്നത് കർത്താവായ യേശു ക്രിസ്തു പൗലോസിൽ കൂടി അറിയിച്ചിരിക്കുന്ന ആ സുവിശേഷത്തിനൊത്തവണ്ണവും യേശു ക്രിസ്തു പോളിൽ കൂടെ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന ആ മർമ്മത്തിന് ഒത്തവണ്ണവും, മർമ്മത്തിന്റെ വെളിപ്പാടിനൊത്തവണ്ണവും വേണം തന്നെ പ്രസംഗിക്കുവാൻ, കർത്താവിനെ വെളിപ്പെടുത്തുവാൻ എന്ന് പറയുകയാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. എത്ര പേരാണ് ബൈബിളിൽ യേശു ക്രിസ്തുവിനെ തന്റെ മർമ്മത്തിന് അനുസരിച്ചുള്ള വെളിപ്പാടിൻ പ്രകാരം പ്രസംഗിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത്? ഒരുത്തര് പോലുമില്ല. അവരെല്ലാവരും പ്രവാചകന്മാര്,
ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നതും പ്രവാചകന്മാരും പിതാക്കന്മാരോട് അരുളി ചെയ്തിരിക്കുന്ന വാഗ്ദത്തങ്ങളും അതിന്റെ എല്ലാം വെളിച്ചത്തിൽ, അല്ലെങ്കിൽ കർത്താവ് ലോകത്തിൽ വന്ന് അവരോട് സംസാരിച്ചതും ദൂതന്മാരെ അയച്ച് അവരോട് സംസാരിക്കുന്നതും കർത്താവ് ലോകത്തിലെ ശുശ്രൂഷയിലായിരുന്നപ്പോൾ സംസാരിക്കുന്നതും 12 ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും അവരിൽ കൂടെ കേട്ടത് അവർ പ്രസംഗിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ബൈബിൾ ഉടനീളം പ്രസംഗിച്ചിരിക്കുന്നതും പഠിപ്പിച്ചിരിക്കുന്നതും. എന്നാൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ, അതായത് ദൈവസഭ, ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ഈ സഭയുടെ ഈ കാലഘട്ടത്തിൽ കർത്താവിനെ നാം പ്രസിദ്ധമാക്കേണ്ടത്, സുവിശേഷം പ്രസംഗിക്കേണ്ടത് അക്കോർഡിംഗ് ടു മൈ ഗോസ്പൽ, അതായത് പൗലോസ് അപ്പോസ്തലനോട് അറിയിച്ചിരിക്കുന്ന ആ ഗോസ്പൽ പ്രകാരം അക്കോർഡിംഗ് ടു. അത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞു കണ്ടതോ, ഇറ്റ് ഈസ് ഓഫ് ദ പവർ ടു സ്റ്റാബ്ലിഷ് യു. അതായത് നിങ്ങളെ ആ വചനത്തിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, ആ വചനം നിങ്ങൾക്ക് വാസ്തവമായിട്ട് മനസ്സിലാകാൻ, പവർ ടു സ്റ്റാബ്ലിഷ് യു, നിങ്ങളെ സ്റ്റെബിലൈസ് ചെയ്യുവാൻ, സ്റ്റാബ്ലിഷ്, അതിൽ ഉറപ്പിക്കുവാൻ, അലഞ്ഞൊഴിലുന്ന അവരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി പോകുന്നതിനിടയായി തീരരുത്. സ്റ്റെബിലൈസ് യു, സ്റ്റാബ്ലിഷ് യു അക്കോർഡിംഗ് ടു മൈ ഗോസ്പൽ ആൻഡ് പ്രീച്ചിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി. മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരിച്ചുള്ള സുവിശേഷം നമ്മൾ പ്രസംഗിക്കണം. ആ പ്രസംഗം അത് പറഞ്ഞിരിക്കുന്നത് പൗലോസ് അപ്പോസ്തലനാണ്, തന്നിൽ കൂടെയാണ് അത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് പോളിന് മുമ്പ് വേറെ ആർക്കും തന്നെ അറിഞ്ഞിരുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ വീണ്ടും നിങ്ങളെ ഓർപ്പിക്കുന്നത്, നമ്മുടെ വിഷയവുമായിട്ട് സംബന്ധിച്ച് ബന്ധപ്പെട്ട് വരുമ്പോൾ അതിലെ ഒരു ഉറപ്പ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ്. ഇത് പൗലോസ് അപ്പോസ്തലനല്ലാതെ വേറെ ആരും പ്രസംഗിച്ചിട്ടില്ല. പോളിനെ വിളിച്ചതിന്റെ പർപ്പസ് ഇത് പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി എല്ലാവരും ഹിസ്റ്ററിയാ പ്രസംഗിച്ചത്. അവർ കണ്ടതും അവർ കേട്ടതും അവർ തൊട്ടതും അവർ കൂടെ നടന്ന് കേട്ടതും പഠിച്ചതും അവരെ പ്രസംഗിക്കാനായിട്ട് പഠിപ്പിച്ചതും ഒക്കെയാണ് അവർ മറ്റുള്ളവരെല്ലാം പ്രസംഗിച്ചിരിക്കുന്നത്. യോഹന്നാനൊക്കെ പറയുന്നത് ഞങ്ങളുടെ കണ്ണ് കണ്ടതും ഞങ്ങളുടെ കൈ തൊട്ടതും ഞങ്ങൾ അനുഭവിച്ചതുമായ ആ സത്യവചനത്തെയാ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ അവർ പ്രസംഗിക്കുന്നത്. എന്നാൽ ഈ ലോകത്തിൽ നടന്ന ഒരു യേശു ക്രിസ്തുവും ഈ ലോകത്തിൽ വെച്ച് കർത്താവ് ചെയ്ത പ്രവൃത്തികളെയും അല്ല നാം ക്രിസ്തീയ മാർഗത്തിൽ പ്രസിദ്ധമാക്കേണ്ടതെന്ന് പൗലോസ് അപ്പോസ്തലൻ റോമാ ലേഖനത്തിൽ കൂടി അസന്നിഗ്ധമായിട്ട് നമ്മളെ പഠിപ്പിക്കുക. കാര്യം ഈ റോമാ ലേഖനമാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷണൽ ഡോക്ട്രിൻസ് എഴുതിയിരിക്കുന്ന, അടിസ്ഥാനപരമായ ഉപദേശങ്ങൾ എഴുതിയിരിക്കുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ പറയുകയാണ്, വി മസ്റ്റ് പ്രീച്ച് ജീസസ് ക്രൈസ്റ്റ് അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി. ഹല്ലേലൂയ. ആ അടിസ്ഥാനത്തിൽ വേണം. അത് പോളിന് വെളിപ്പെടുത്തിയതും ഉലക സ്ഥാപനം മുതലേ അത് സ്വർഗത്തിൽ മറിഞ്ഞിരുന്നു. ഈ വാക്കിനടിയിൽ ലാസ്റ്റ് എഴുതിയിരിക്കുന്നുണ്ട്, വിച്ച് വാസ് കെപ്റ്റ് സീക്രട്ട് സിൻസ് ദ വേൾഡ് ബിഗാൻ. ഉലകം സ്ഥാപിച്ചപ്പോൾ മുതലേ സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ് ഇത്. ഒത്തിരി പേർക്ക് പരിചയം ഉണ്ടായിരുന്ന ഒരു പദ്ധതിയല്ല, കംപ്ലീറ്റ്ലി മറഞ്ഞിരുന്നതും അത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കർത്താവ് പൗലോസ് അപ്പോസ്തലനെ വിളിക്കുന്നത്. ഈ സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ പറഞ്ഞിരിക്കുന്ന പുസ്തകമാണ് റോമാലേഖനം. അതിലൊരു പ്രധാന ഭാഗമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്. അതായത് അതിന്റെ 6-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ഇവിടെ പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മെ സ്നാനപ്പെടുത്തി കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർക്കുക എന്നൊരു പ്രക്രിയ അവിടെ നടക്കുന്നത്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് 6-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിൽ നടക്കുന്നത്. ഇവിടെ ഇത് വേറെ ആർക്കും വെളിപ്പെടുത്തിയിരുന്ന ഒരു കാര്യമല്ല. പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെ സ്നാനപ്പെടുത്തി യേശു ക്രിസ്തുവിനോട് ചേർക്കുക എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് ആരും പ്രാക്ടീസ് ചെയ്തിട്ടില്ല, ആർക്കും ഇതിനെക്കുറിച്ച് വെളിപ്പാടുകൾ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ക്രിസ്തീയ മാർഗത്തിന് കറക്റ്റ് സഭ എന്താണെന്ന് മനസ്സിലായില്ല. അവര് പിതാക്കന്മാർക്ക് കൊടുത്ത ഉപദേശങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ പ്രസംഗിച്ച ഉപദേശങ്ങളൊക്കെയാണ് സഭയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ സ്കെയിലിൽ ഇത് കൊണ്ടുവരുവാനായിട്ട് കഴിയത്തില്ല. അവർക്ക് ഈ ഉപദേശം മനസ്സിലാകത്തില്ല. അതുകൊണ്ട് തന്നെ സോ കോൾഡ് ക്രിസ്ത്യാനിറ്റിക്ക് ഈ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ച 6-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ പറയുന്ന സ്നാനം എന്താണെന്ന് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെ അവര് ചില സക്രമെന്റുകളായിട്ടും അല്ലെന്നുണ്ടെങ്കിൽ സഭയോട് ചേരാനുള്ള കൂദാശയായിട്ടും ഒക്കെ ആക്കി തീർത്തിരിക്കുകയാണ്. റോമാലേഖനം 6-ാം അധ്യായം 3-4 വാക്യങ്ങൾ, പരിശുദ്ധ ആത്മാവാൻ ദൈവം നമ്മെ ആഴമായിട്ട് കർത്താവിന്റെ മരണത്തിലും അവന്റെ ഉയർപ്പിലും നമ്മെ വീണ്ടെടുക്കുവാനായിട്ട് ആ പ്രായശ്ചിത്ത യാഗത്തിലും വിശ്വസിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെ സ്നാനം കഴിപ്പിച്ച് ക്രിസ്തുവിനോട് ചേർക്കുന്ന ഒരു ഭാഗമാണ് അത് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഇന്ന് ക്രിസ്തീയ ലോകത്തിന് മനസ്സിലാകാതെ പോയിരിക്കുന്നതിൽ അതിശയമില്ല. കാര്യം അവർക്ക് സഭ എന്താണെന്നേ മനസ്സിലായിട്ടില്ല. ആരാണ് സഭയുടെ ഉപദേശങ്ങൾ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോസ്തലിക ഉപദേശങ്ങൾ, അതായത് 12 അപ്പോസ്തലന്മാരുടെ മേലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നതെന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരാൾക്ക് ഇത് മനസ്സിലാകത്തില്ല. കാര്യം ഇത് ആദ്യം മനസ്സിലാണ്. ഇതൊക്കെ സഭയുടെ അടിസ്ഥാന
പ്രമാണവും അടിസ്ഥാനം എന്താ പറയുന്നത്? ബിഗ് റൂൾസ് ആണ്, ആ ബേസിക്സ് ആണ്. അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നത് വളരെ അന്വർത്ഥമായി ഇവിടെ. ഈ കാര്യങ്ങളിൽ നമ്മളത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ല. വെള്ളത്തിലെ സ്നാനമാണ് എന്ന് വിചാരിച്ചിരിക്കും. എന്നാൽ 101% വചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ അത് വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അത് പരിശുദ്ധാത്മ സ്നാനമാണ്. പരിശുദ്ധാത്മാവിൽ നമ്മെ ഓരോരുത്തരെയും വിശ്വസിക്കുന്ന, അതായത് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ പ്രായശ്ചിത്ത യാഗമായി തീർന്നു, ഒരു സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റ് നമുക്ക് വേണ്ടി ചെയ്തു എന്ന് ആഴമായിട്ട് വിശ്വസിക്കുന്ന ഓരോരുത്തരെയും പരിശുദ്ധ ആത്മാവിൽ സ്നാനപ്പെടുത്തി യേശു ക്രിസ്തുവിനോട് ചേർക്കുന്ന ഒരു സ്നാനമാണത്. ഞാൻ ഇന്നും അതിനെ ഒരല്പം കൂടെ ഒന്ന് വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആക്ച്വലി റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നാം ചിന്തിക്കേണ്ടുന്നത്. അവിടെ നിന്ന് കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ഒത്തിരി പുതിയ ഇൻഫർമേഷൻസ് അതിലൂടെ ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഭാഗം പൂർണ്ണമായിട്ട് ചിന്തിക്കുവാനുള്ള അവസരം നമുക്ക് കിട്ടിയാൽ നിറയെ കാര്യങ്ങൾ അതിൽ കൂടെ വെളിപ്പെടുത്താനായിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടും കേട്ടിട്ടും ഇമാജിൻ ചെയ്യാത്ത രീതിയിലുള്ള ആത്മീക സത്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് അതിലൂടെ കേൾക്കുവാനായിട്ട് കഴിയും. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എന്നാൽ അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഈ 6-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റീക്യാപ്പ് ചെയ്തിട്ട് ഞാൻ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുക. ഇവിടെ പ്രതിപാദിക്കുന്നത് നമ്മെ ജലസ്നാനപ്പെടുത്തി സഭയോട് ചേർക്കുന്ന ഒരു കാര്യമേ അല്ല. പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി യാഗത്തിലെ, അതായത് ആ പ്രായശ്ചിത്ത യാഗത്തിലെ ആഴമായ വിശ്വാസത്തിലും സമർപ്പണത്തിലും ഒരുവന്റെ അകത്തെ മനുഷ്യനിൽ നടക്കുന്ന പരിവർത്തനം അതറിഞ്ഞ് അവനെ പരിശുദ്ധ ആത്മാവിൽ സ്നാനപ്പെടുത്തി ക്രിസ്തുവിന്റെ ശരീരമാം സഭയുടെ ഭാഗമാക്കി തീർക്കുന്ന ഒരു കാര്യമാണ് അവിടെ വിവരിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുന്നത് പരിശുദ്ധ സ്നാനമാണ്. പരിശുദ്ധ ആത്മാവിനാൽ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ലഭിക്കുകയാണ്. ഈ സ്നാനം ലഭിക്കുമ്പോൾ നാം കർത്താവിനോടും അവന്റെ മരണത്തോടും അവന്റെ അടക്കത്തോടും പുനരുദ്ധാനത്തോടും ഏകീഭവിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് അത് മനസ്സിലാകുവാനും ഉൾക്കൊള്ളുവാനും കഴിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അർത്ഥാൽ നാം യേശു ക്രിസ്തുവിൽ ആയി തീരുകയാണ്, കർത്താവിൽ മരിക്കുകയാണ്, കർത്താവിനോട് ചേർന്ന് അടക്കപ്പെടുകയാണ്, കർത്താവിൽ പുനരുദ്ധാനം പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കുകയാണ്. അങ്ങനെ ക്രിസ്തുവിലായി തീരുക. അങ്ങനെ നമ്മളെ ക്രിസ്തുവിലായി തീർക്കുന്ന സ്നാനമാണ് ഈ പരിശുദ്ധാത്മ സ്നാനം. ഈ ആക്ച്വലി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. സ്നാനം എന്ന ഈ പ്രക്രിയയിലൂടെ ശരിക്കും എന്താ നടക്കുന്നത്? ഒന്നിനെ മറ്റൊന്നിനോട് അനുരൂപരാക്കുകയാണ് ചെയ്യുന്നത്. ഇനിയെങ്കിലും നമ്മളത് മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു കുളത്തിലോട്ട് കൊണ്ടുപോയിട്ട് ഒരാളെ പിടിച്ച് മുക്കുന്നതിനല്ല സ്നാനം എന്ന് പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തൊട്ടിയിലോ വട്ടിയിലോ വെള്ളം എടുത്തു വെച്ചതിന് ശേഷം ഒരാളെ അതിൽ ഇറക്കി മുക്കുക, അതിനെ അല്ല സ്നാനം എന്ന് പറയുന്നത്. ഒന്നിനെ മറ്റൊന്നിനോട് അനുരൂപമാക്കുന്നതിനാണ് സ്നാനം എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ അതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നമ്മുടെ മരണത്തോട് അനുരൂപനാകുവാനാണ്. മരണം ആവശ്യമില്ലെങ്കിലും, മരണത്തിന് തൻ്റെ മേൽ അധികാരമില്ലെങ്കിലും നമ്മെപ്പോലെ ആയിത്തീരുവാൻ കാൽവറിയിൽ മരണം വരിച്ചതുപോലെ, അതായത് ലൂക്കോസ് 12:50 പറയുന്നു, എങ്കിലും എനിക്ക് ഒരു സ്നാനം ഏൽക്കാനുണ്ട്. കർത്താവ് വെള്ളത്തിൽ അടുത്തതായിട്ട് ഒന്നുകൂടെ മുങ്ങുന്നതിനെ കുറിച്ചല്ല അവിടെ പറയുന്നത്. ആ സ്നാനം എന്ന് പറയുന്നത് കർത്താവ് നമ്മുടെ മരണം കർത്താവ് വരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് കാൽവറിയിലെ മരണത്തെ കുറിച്ചാണ് പറയുന്നത്. എങ്കിലും എനിക്കൊരു സ്നാനം ഏൽപ്പാനുണ്ട് എന്ന് ലൂക്കോസ് 12:50 പറയുന്നത്. കർത്താവ് യോർദാനിലെ സ്നാനം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അത്. അവിടെ വെള്ളവുമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ മുക്കുന്നതിനെ കുറിച്ചോ ഒന്നും യാതൊരു കണക്ഷനുമില്ല. മുന്നോട്ട് പോകുമ്പോഴത്തേന് അതിനെ കൂടുതൽ വിശദീകരിക്കാം. ഇവിടെ നമ്മൾ ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ടത്, അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്നത്, റോമാലേഖനം അതിന് 3-ാം അധ്യായം 4-ാം അധ്യായം 5-ാം അധ്യായം ഇതിലൊക്കെ ക്രിസ്തു യേശു ആ കാൽവറിയിൽ പ്രായശ്ചിത്ത യാഗമായി തീർന്ന് നമ്മുടെ പാപത്തിനൊരു ഭയങ്കര പരിഹാരം വരുത്തിയിരിക്കുന്നു. ഇനി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. കർത്താവ് നമ്മുടെ പാപ പരിഹാരത്തിനായി പ്രായശ്ചിത്ത യാഗം, അതായത് ആ മറുവില യാഗം, എന്താ പറയുന്നത്, ആ പ്രോപ്പിച്ചിയേഷൻ ഡെത്ത്, അത് കാൽവറിയിലൂടെ നടത്തിയിരിക്കുന്നു. അതിലെ വിശ്വാസത്താൽ നാം ഇന്ന് രക്ഷിക്കപ്പെടുകയാണെന്ന് നാം 3-ാം അധ്യായം 4-ാം അധ്യായം 5-ാം അധ്യായത്തിലൊക്കെ പഠിച്ചത്.
അവിടെ വെള്ളത്തിന്റെയോ സ്നാനത്തിന്റെയോ വേറെ ഏതെങ്കിലും ക്രിയകളുടെ ഒന്നും ഒരു കാര്യവുമില്ല. ഒരു കർമ്മമാർഗത്തിലും അല്ല നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത്, വിശ്വാസ മാർഗത്തിലാണെന്ന് അടിസ്ഥാനപരമായിട്ട് പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കിയിരിക്കുക 3, 4, 5 വാക്യങ്ങളിൽ. അതും അടുക്കടുക്കായിട്ട് ലോജിക്കലായിട്ട് നിറയെ കാര്യങ്ങൾ അതിലൂടെ എഴുതി അത് വിശദീകരിച്ചിരിക്കുക. അത്രയും പറഞ്ഞതിന് ശേഷം 6-ാം അധ്യായത്തിൽ വന്നിട്ട് പറയുക, നാം എങ്ങനെ ക്രിസ്തുവിലായിത്തീരുന്നു, എങ്ങനെ നാം ക്രിസ്തുവിനോട് ചേരുന്നു. അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിലും അവന്റെ അടക്കത്തിലും അവന്റെ പുനരുദ്ധാനത്തിലും പങ്കാളികളായി തീരുവാൻ, അതിനോട് സാദൃശ്യമായി തീരുവാൻ നാം സ്നാനമേറ്റിരിക്കുന്നു എന്ന് പറയുക. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിന്റെ 12-ാം അധ്യായം 13-ാം വാക്യം. ആ വാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കാണാപ്പാടമായിരിക്കേണ്ട വാക്യങ്ങളാണ്. ഞാൻ എന്നിരുന്നാലും ഒന്ന് പ്രൊജക്ട് ചെയ്യാം. 12-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. ഇവിടെ പറയുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 12-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. അവിടെ പറയുന്നത് യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ ആരാണെങ്കിലും ഉലകത്തിലുള്ള സകല മനുഷ്യർക്കും നാം എല്ലാവരും ഏക ശരീരമാകുമാറ്, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി തീരുമാറ്, ഏക ശരീരം ആകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. നമ്മൾ യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായി തീരുന്ന സ്നാനം പരിശുദ്ധാത്മ സ്നാനമാണ്. ഇവിടെ ഒന്നും വെള്ളത്തിന്റെ ഒരു പ്രതിപാദ്യവുമില്ല. ഇവിടെ പറയുന്നത് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും. ബൈ വൺ സ്പിരിറ്റ്, ഫോർ ബൈ വൺ സ്പിരിറ്റ്, കണ്ടില്ലേ? ഫോർ ബൈ വൺ സ്പിരിറ്റ് ആർ വി ഓൾ ബാപ്റ്റൈസ്ഡ് ഇൻടു വൺ ബോഡി. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായി തീർക്കുന്നത് ഈ പരിശുദ്ധാത്മ സ്നാനത്തിലാണ്. ഈ ആത്മസ്നാനത്താൽ നാം കർത്താവിന്റെ ശരീരം എന്ന ആ ഒരു സഭയുടെ ഭാഗമായി തീരുകയാണ്. ഇവിടെ ഒരു സ്നാനമേ ഉള്ളൂ, അത് പരിശുദ്ധാത്മ സ്നാനമാണെന്ന് പോള് വ്യക്തമാക്കുന്നുണ്ട്. എഫേസ്യ ലേഖനത്തിലും 4-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം നോക്കിക്കഴിഞ്ഞാൽ അത് വ്യക്തമാണ്. വീണ്ടും ഞാൻ ഈ റെഫറൻസ് കാണിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും ഒക്കെ അത് എഴുതണം. 1 ലോർഡ്, 1 ഫെയ്ത്ത്, 1 ബാപ്റ്റിസം. ഇവിടെ ഒരേ ഒരു ബാപ്റ്റിസമേ ഉള്ളൂ, 12, 14 ബാപ്റ്റിസം ഇല്ല. ഒരേ ഒരു ബാപ്റ്റിസമേ ഉള്ളൂ, അത് പരിശുദ്ധാത്മാവിലുള്ള ബാപ്റ്റിസമാണ്. വി ഹാവ് 1 ലോർഡ്, 1 ഫെയ്ത്ത് ആൻഡ് 1 ബാപ്റ്റിസം. ഈ ബാപ്റ്റിസമാണ് ഞാൻ ഇച്ചിരി മുമ്പ് വായിച്ച് കേൾപ്പിച്ച കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്ന ആ ബാപ്റ്റിസം എന്ന് പറയുന്നത്. അങ്ങനെ അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ റോമാലേഖനത്തിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ അതിന്റെ 6-ാം അധ്യായം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വാക്യത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ഇവിടെ നിങ്ങൾക്ക് ഇതിന്റെ പശ്ചാത്തലമൊക്കെ മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 5-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ പോള് അവരോട് പറഞ്ഞ് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ഒരു ചോദ്യത്തിന്റെ സാധ്യത അവിടെ കാണുന്നുണ്ട്. 5-ാം അധ്യായത്തിന്റെ 18, 19, 18 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ഞാൻ അതൊന്നുകൂടെ വായിക്കാം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ, അതായത് ആദാം ഏദൻ തോട്ടത്തിൽ കൽപ്പന ലംഘനം നടത്തിയപ്പോൾ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ, വേറെ നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ ഇന്ന് ജനിക്കുന്ന നമുക്കും ഒക്കെ ആ ശിക്ഷാവിധി വന്നതുപോലെ ഏക നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഇവിടെ നമുക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഏക നീതിയാൽ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നീതിയാൽ സകല മാനവരാശിക്കും ജീവകാരണമായ നീതീകരണവും വന്നു. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇവിടെ വിശ്വസിക്കുക മാത്രമാണ്, വിശ്വാസത്താലാണ് ഇത് നമുക്ക് ലഭിക്കുന്നത്. ആദാമ്യ പാപം ജഡത്തിൽ കൂടി രക്തത്തിൽ കൂടി തലമുറയായിട്ട് പകർന്ന് നമ്മിലെത്തിയെങ്കിൽ ഈ യേശു ക്രിസ്തുവിലൂടെയുള്ള നീതീകരണം വിശ്വാസ മാർഗത്തിൽ കൂടി ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ലഭിക്കുവാൻ തക്കവണ്ണം അത് ഒരുങ്ങിയിരിക്കുന്നു. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ഇതെല്ലാം ഓൾറെഡി ഡൺ ഡീലാണ്, ചെയ്തു കഴിഞ്ഞിരിക്കുക. ഇവിടെ നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്നല്ല പറയുന്നത്, ഇറ്റ് ഹാസ് ഓൾറെഡി ബീൻ ഡൺ. അതിലെ വിശ്വാസത്താൽ നമ്മൾ രക്ഷിക്കപ്പെടുക. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു. എങ്കിലും പാപം പെരുകിയെടുത്ത കൃപ അത്യന്തം വർദ്ധിച്ചു. ലംഘനം പെരുകേണ്ടതിന്, അതായത് ന്യായപ്രമാണം വന്നു കഴിഞ്ഞപ്പോഴാണ് എത്ര കിലോ പാപം ഓരോ ദിവസവും ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായത്. കാര്യം അതിനെ അളക്കാൻ ഒരു ത്രാശ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്കെയില് വന്നു. ആ സ്കെയില് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ ചെയ്യുന്ന പാപത്തിന് കൈയും കണക്കും ഇല്ല എന്നുള്ളത്. അങ്ങനെ അത് ന്യായപ്രമാണം ഇടയിൽ ചേർന്നു ലംഘനം പെരുകേണ്ടതിന്
ന്യായപ്രമാണവും ഇടയിൽ ചേർന്നു വന്നു. എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. ഏത് പാപമായാലും കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകി കളയുവാൻ, മോചനം ലഭിക്കുവാൻ കഴിയാത്തവണ്ണം ഒരു പാപവും ഉലകത്തിലില്ല. കാര്യം, ഉലകത്തിൽ ഉണ്ടായിരുന്നതിലെ ഏറ്റവും വലിയ പാപമാണ് പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുക എന്ന പാപം. ആ പാപം ചെയ്ത ആളിനെ രക്ഷിച്ചുകൊണ്ട് തുടങ്ങിയിരിക്കുന്ന പദ്ധതിയായത്. അതിൻ്റെ മേലെ ഒരു പാപവുമില്ല. നമ്മൾ ഇന്നത്തെ ഒരു പാപവുമില്ല കർത്താവിന്റെ കൃപയാൽ അല്ലെങ്കിൽ കർത്താവിന്റെ രക്തത്താൽ മോചനം ലഭിക്കാത്ത നിലയിലുള്ള ഒരു പാപവുമില്ല. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടത് തന്നെ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു ചോദ്യം വരുന്നത്. ആ ചോദ്യം വരുന്നതെന്ന് പോൾ കണ്ടുകൊണ്ട് തന്നെ പറയാ, ഇങ്ങനെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, ജനത്തിന് ഈ കാര്യം മനസ്സിലാകാതെ വരും എന്ന് പറഞ്ഞതുകൊണ്ട്, ഇങ്ങനൊരു സംഗതി വന്നതുകൊണ്ട് നാം ഇവിടെ ഒരു ചോദ്യം വരികയാണ്, ആകിയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? ഒരു നാളും അരുത്, പാപം ചെയ്യരുത് എന്ന് പോൾ പറയുക. ഇവിടെ 6-ാം അധ്യായം മാത്രമല്ല, 6 മുതൽ 7, 8, 3 അധ്യായങ്ങളും ഇതിനുവേണ്ടി വേർതിരിച്ചിരിക്കുക. ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം എങ്ങനെ നയിക്കാൻ പറ്റും? 3, 4, 5 അധ്യായങ്ങളിൽ കൂടെ നമ്മൾ മനസ്സിലാക്കിയ രക്ഷാ പദ്ധതി ഇന്ന് നമ്മുടെ മുന്നിൽ അത് തുറന്നു ലഭിച്ചിരിക്കുകയാണ്. നമുക്കത് ലഭ്യമാണ്. നമുക്കതിലേക്ക് വിശ്വാസത്താൽ പ്രവേശനമുണ്ട്, ദൈവത്തോട് സമാധാനമുണ്ട്, അത് നമ്മുടെ അവകാശമാണ്, വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്നു എന്നെല്ലാം പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ, അത് ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യണ്ടല്ലോ, നമുക്ക് എങ്ങനെ ജീവിക്കാമല്ലോ എന്നൊരു ചിന്ത വന്നപ്പോൾ, അങ്ങനെ ജീവിക്കാൻ പാടില്ല. നാം വിശുദ്ധ ജീവിതം എങ്ങനെ നയിക്കണമെന്ന് 6-ാം അധ്യായം മുതൽ പറയുക. ഇതിലെ 6-ാം അധ്യായത്തിൽ തുടങ്ങുമ്പോൾ തന്നെ നാം പാപസംബന്ധമായിട്ട് മരിച്ചിരിക്കുക. പിന്നെ നീ എങ്ങനെ പാപം ചെയ്യുമെന്ന് ചോദിക്കുക. നാം കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് മരിച്ചു, അടക്കപ്പെട്ടു, യേശുക്രിസ്തുവിനോട് ചേർന്ന് ഉയർത്തെഴുന്നേറ്റ് കർത്താവിന് ഉയർപ്പിന്റെ ശരീരത്തിൽ ലഭിച്ചതുമാതിരി നാം ഉയർപ്പിന്റെ അനുഭവത്തിൽ ലഭിച്ചതുപോലെ ആ ഒരു അനുഭവത്തിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു എന്ന് പറയുക. അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ പാപം ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ച് അതിന്റെ വിശദീകരണം പൗലോസ് അപ്പോസ്തലൻ കൊടുക്കുകയാണ്. ആ രീതിയിലേക്ക് നമ്മളെ മാറ്റുന്ന, അതായത് നാം എങ്ങനെയായി തീർന്നിരിക്കുന്നു, എന്തുകൊണ്ട് നാം പാപം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഭാഗമാണ് 6-ാം അധ്യായം അതിന്റെ 3, 4 വാക്യങ്ങളിൽ. കാര്യം, പരിശുദ്ധ ആത്മാവിനാൽ നമ്മെ സ്നാനപ്പെടുത്തി ബോഡി ഓഫ് ക്രൈസ്റ്റിലാക്കി തീർത്തിരിക്കുന്നു. ഇത് വിശദീകരിക്കുന്ന ഒരു ഭാഗമാണ്. അല്ലാതെ നമ്മെ സ്നാനപ്പെടുത്തി സഭയോട് ചേർക്കാം എന്ന് പഠിപ്പിക്കുന്ന ഒരു കാര്യമല്ല അവിടെ പറയുന്നത്. ഇന്ന് ക്രിസ്തീയ ഗോളം മുഴുവനും അതിനെ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഒരാൾ എന്നോട് പറഞ്ഞത്, മറ്റ് സ്നാനങ്ങളൊക്കെ ആത്മസ്നാനമാണെന്ന് വിശ്വസിച്ചാലും ഇത് ആത്മസ്നാനമാണെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. കാര്യം, വെള്ളത്തിൽ മുക്കുകയും പൊക്കുകയും അവിടുന്ന് പുതിയ ജീവൻ പ്രാപിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യം അതിൽ പറഞ്ഞിരിക്കുന്നുവെന്ന്. ഇതിന്റെ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ് ആ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അവരുടെ കുഴപ്പമല്ല, കാര്യം അടിസ്ഥാനപരമായിട്ട് സഭ എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. അതാണ് അവിടുത്തെ പ്രശ്നം. സത്യത്തിൽ ക്രിസ്തീയ വിശ്വാസത്തില് വെള്ളത്തിന് ഒരു സ്ഥാനവുമില്ല. ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ ക്രിസ്തീയ വിശ്വാസത്തിൽ വെള്ളത്തിന് ഒരു പ്രത്യേകതയുമില്ല, ഒരു സ്ഥാനവുമില്ല. ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നും വെള്ളം എടുത്തു മാറ്റിയാൽ കോടിക്കണക്കിന് ജനങ്ങൾ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് രക്ഷിക്കപ്പെടും. ഈ വെള്ളം എന്ന് പറയുന്ന ഒരു സംഗതി ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് എടുത്തു മാറ്റുക എന്ന് വിചാരിച്ചോ, കോടിക്കണക്കിന് ജനങ്ങൾ രക്ഷിക്കപ്പെടാനുള്ള മുഖാന്തരം ഒരുങ്ങും. ക്രിസ്തീയ മാർഗത്തിൽ വെള്ളത്തിന് ഒരു പ്രസക്തിയും ആക്ച്വലി ഇല്ല. വെള്ളം ഉണ്ടായിരുന്നോ? ഉണ്ട്. ബൈബിളിൽ പറയുന്നുണ്ടോ? ഉണ്ട്. ഇതെല്ലാം പറയുന്നത് യഹൂദിയ വിശ്വാസത്തിലാണ്. അതല്ല ക്രിസ്തീയ മാർഗം. മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ മർമ്മമാണ് ക്രിസ്തീയ മാർഗം. അതാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നതും പൗലോസ് അപ്പോസ്തലനോട് നമ്മെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നതും. ഞാനൊരു പിക്ചർ നിങ്ങളെ ഒന്ന് കാണിച്ച് ഇതൊരല്പം കൂടെ ഒന്ന് മനസ്സിലാക്കി തരാൻ. കാര്യം, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ നല്ലവണ്ണം ഇത് ഉറക്കണം. ഞാൻ ഈ ഒരു പിക്ചർ നിങ്ങളെ കാണിക്കാം. ഇവിടെ നമ്മളൊരു ജലസ്നാനത്തിന്റെ പിക്ചറാണ് കാണുന്നത്. ഇതിൽ കൂടെ ഇന്ന് രക്ഷിക്കപ്പെടുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു മനുഷ്യനെ ഇങ്ങനെ ജലസ്നാനപ്പെടുത്തുന്നതിലൂടെ അവന്റെ പാപം മാഞ്ഞു പോകുന്നു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഇങ്ങനെ ഒരു ജലസ്നാനത്തിൽ കൂടെ ഒരുവൻ രക്ഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കർത്താവ് ചെയ്ത ഈ കാൽവറി യാഗത്തിനൊരു അർത്ഥമില്ലാതെ പോവുക. ഇതിന്റെ പർപ്പസ് എന്താ? പിന്നെ കർത്താവ് കാൽവറിയിൽ യാഗമായിരിക്കുക, ആ കാൽവറിയിലെ അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവമായത്.
കർത്താവ് ഉലകത്തിൽ മനുഷ്യനായിട്ട് വന്ന് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പ്രൊപ്പിച്ചിയേഷൻ ഡെത്ത്, മറുവിലയാഗമായിരിക്കുക. ഇതിലെ വിശ്വാസത്താൽ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് നടന്നിരുന്ന ഈ കാര്യത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയൊരു തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇന്ന് ഇതിലാണ് ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രൂശ് മനസ്സിലായിട്ടേ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ക്രൂശ് മനസ്സിലായിട്ടും നിങ്ങൾ ക്രൂശിനെ അപമാനിക്കുന്നവർ എന്ന് വരും, ആക്ഷേപിക്കുന്നവർ എന്ന് വരും. കർത്താവ് ഉലകത്തിൽ വന്ന് നിവർത്തിയായ ആ പ്രോപ്പിച്ചിയേഷൻ ഡെത്ത്, അതിനെ ആക്ഷേപിക്കുന്നവരെന്ന് വരും. അവർക്ക് ക്രൂശ് വേണ്ടുന്ന വണ്ണം മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളിലൊക്കെ അടിസ്ഥാനപ്പെട്ടു പോകുന്നതിന് ഇടയായി തീരും. വെള്ളത്തിനോ ജലസ്നാനത്തിനോ ഇവിടെ ഒരു പ്രസക്തിയില്ലെന്നും ഇന്ന് ക്രൂശിന്റെ ഏറ്റവും വലിയ ശത്രു ഈ ജലസ്നാനമാണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നു തുടങ്ങും. നിങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് മനസ്സിലായി തുടങ്ങും. ഇവിടെ ഈ കാര്യങ്ങൾ ബൈബിളിൽ പറയുന്നില്ലേ? യേശു ക്രിസ്തു ചെയ്തിട്ടില്ലേ? 12 അപ്പോസ്തലന്മാർ ചെയ്ത കാര്യമല്ലേ? നമുക്കിത് ഗ്രേറ്റ് കമ്മീഷനായിട്ട് തന്ന കാര്യമല്ലേ? താങ്കളുടെ ബൈബിളിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ജനത്തിന് നമ്മളോട് ചോദിക്കാം. നിങ്ങൾ പറയുന്നത് 100% കറക്റ്റാ. പക്ഷെ പറഞ്ഞിരിക്കുന്നത് ആർക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പറഞ്ഞിരിക്കുന്ന ക്രൗഡ് വേറെയാണ്. ക്രിസ്ത്യാനിറ്റിയോട് പറഞ്ഞ കാര്യമല്ല, യഹൂദന്മാരോട് പറഞ്ഞ കാര്യവും അവരുടെ ഇടയിൽ കർത്താവിന്റെ ശുശ്രൂഷയിൽ നടന്ന കാര്യവുമാണ്. എന്നാൽ ഈ കാലത്തിന് ശേഷം കർത്താവ് കാൽവറിയിൽ യാഗമായിരിക്കുക. ഈ കാൽവറിയിലെ യാഗത്തിലെ വിശ്വാസത്താൽ വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുക. ഇന്ന് ഇതിലെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്നു കർത്താവ് വേദപുസ്തകത്തിൽ കൂടി നമ്മളോട് അസന്നിഗ്ധമായിട്ട് പൗലോസ് അപ്പോസ്തലന്റെ 13 ലേഖനങ്ങളിൽ കൂടി തലങ്കനം വിലങ്ങനെ എഴുതിയിരിക്കുക. എല്ലാ എപ്പിസ്റ്റൽസിലും ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുക. ഇതിൽ കൂടെ ആക്ച്വലി നമ്മൾ എന്താണ് നടക്കുന്നത്, ഇതിലെ വിശ്വാസത്താൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു, ഇതെല്ലാം നമ്മളോട് പറഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ മുങ്ങണം അല്ലെന്നുണ്ടെങ്കിൽ ഈ സ്നാനമാണ് അവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവവചനത്തെ കേവലമാക്കി കളയുക, ആ ദൈവിക പദ്ധതികളെ വെറും കേവലമാക്കി കളയുക. എന്നാൽ ചിലരൊക്കെ ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ചിലരൊക്കെ പറയാറുള്ള ഒരു കാര്യമുണ്ട്. സ്നാനം എന്ന് പറയുന്നത് രക്ഷയ്ക്കല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നതിന്റെ പരസ്യമായ പ്രഖ്യാപനമാണെന്ന്. ഒന്നുകൂടെ പറയാം. ഈ ജലസ്നാനം എന്ന് പറയുന്നത് രക്ഷയ്ക്കല്ല, മറിച്ച് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നതിന്റെ പരസ്യമായ പ്രഖ്യാപനമാണ് ഈ ജലസ്നാനം ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറയാറുണ്ട്. എന്നാൽ അത് ബോധപൂർവമായ ഒരു ഒളിച്ചുകളിയാന്നാ ഞാൻ പറയുന്നത്. ബോധപൂർവമായിട്ട് അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഒളിച്ചുകളിയാണ്. എങ്ങനെ ഒരു മനുഷ്യന് ബൈബിൾ ഒരിക്കലെങ്കിലും വായിച്ചിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാനൊരു വാക്യം നിങ്ങളെ ഒന്ന് കാണിച്ചോട്ടെ. ഇവിടെ പറയുന്നത് കണ്ടോ, പത്രോസ് അപ്പോസ്തലൻ ഇതാണ് ഞാൻ ഇതിനു മുൻപായിരുന്നത് പെന്തക്കോസ്ത് വിശ്വാസത്തില, മർത്തോമ വിശ്വാസത്തിൽ നിന്നും പെന്തക്കോസ്തിലേക്ക് വന്ന് ഏകദേശം 10-30 വർഷത്തോളം പെന്തക്കോസ്ത് വിശ്വാസത്തിലുണ്ടായിരുന്ന ആളാണ്. പെന്തക്കോസ്ത് സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ്. അവരുടെ ഉപദേശം പറഞ്ഞിരിക്കുന്നതിൽ ഒരു പ്രധാന വാക്യമായി കാണിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികൾ 2-38 വാക്യം. ആ വാക്യത്തിന്റെ 2ാമത്തെ ലൈനിൽ പറഞ്ഞിരിക്കുന്നുണ്ട്, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായിട്ടാണെന്നോ അതോ സ്നാനം പരസ്യ പ്രഖ്യാപനം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നാണോ എഴുതിയിരിക്കുന്നത്? ഒളിച്ചു കളിയാണ്. സത്യം എന്താണെന്ന് അറിയാതെ വന്നു കഴിയുമ്പോൾ പിന്നെ നിലനിൽപ്പില്ലാതെ വരുമ്പോഴത്തേന് ഒളിച്ചോട്ടം. ഞങ്ങൾ സ്നാനം പെടുത്തുന്നത് രക്ഷയ്ക്കല്ല, പാപത്തിൽ നിന്ന് മോചനം കിട്ടാനല്ല, ഞങ്ങള് പരസ്യമായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് പരസ്യമായ ഒളിച്ചോട്ടമാണ്. നിക്കക്കണ്ണി ഇല്ലാതെ വരുമ്പോഴത്തെ ഒളിച്ചോട്ടം. ഇവിടെ അതാണോ എഴുതിയിരിക്കുന്നത്? പത്രോസ് അപ്പോസ്തലനാ പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി. ഇവിടെ വേറെ ഒന്നിനുമല്ല സ്നാനപ്പെടുത്തരുത്. അന്ന് പാപം മോചിച്ചിരുന്നത് ഈ സ്നാനത്തിൽ തന്നെയാണ്. നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. ഇത് പല ക്രിസ്തീയ സഭകളുടെയും അടിസ്ഥാന ഉപദേശമാണ്. അതിന്റെ റെഫറൻസാണ് ഞാൻ കാണിച്ചത്. ആ അടിസ്ഥാന ഉപദേശം തെറ്റാണെന്ന് എങ്ങനെ ഇവർക്ക് സമർത്ഥിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പലരും ഇരുന്ന് പറയുന്നതിനെ വലിയ ഡിസ്കഷൻ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, കർത്താവ് സ്വന്തം വായ്മൊഴിയാൽ പറഞ്ഞത്, മറ്റത് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്. ഇത് കർത്താവ് പറയാ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും.
വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അതായത് സ്നാനമേൽക്കാത്തവൻ രക്ഷിക്കപ്പെടത്തില്ല, അവൻ നരകത്തിൽ പോകുമെന്ന് പറയുക, ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇത്രയും വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ എഴുതിയിരിക്കുമ്പോൾ എങ്ങനെ ഇവർക്ക് പറയാൻ പറ്റും ഞങ്ങൾ സ്നാനപ്പെടുന്നത് രക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടല്ല എന്ന്? ഞങ്ങൾക്കും അറിയാം രക്ഷ ക്രൂശിലാണെന്ന്. പക്ഷെ ഞങ്ങൾ സ്നാനപ്പെടുന്നത് ഈ ഈ എന്താ പറയുന്നത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന കാര്യമാണോ എഴുതിയിരിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തികൾ ഒരു വാക്യം കൂടെ കാണിക്കുക, 22-ാമത്തെ വാക്യം, 22-ാമത്തെ അധ്യായം, അതിന്റെ 16-ാമത്തെ വാക്യം, 22-ന്റെ-16. അവിടെ പറയുന്നുണ്ടല്ലോ, ഇനി താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക എന്ന് പറഞ്ഞു. ഇതൊക്കെ ഇത്രയും വ്യക്തമായിട്ട് അത് എവിടെങ്കിലും എഴുതിയിരിക്കുകയല്ല. അവരുടെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്ന ആ വാക്യങ്ങളില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 2:38 നിന്നാണ് പെന്തക്കോസ്ത് ഉപദേശത്തിലെ 7 അടിസ്ഥാന പ്രമാണങ്ങൾ എടുത്തിരിക്കുന്നത്. അതിലെ ഒരു മെയിൻ വാക്യത്തിലാണ് മാനസാന്തരപ്പെടുക, ജലസ്നാനം, വിശ്വാസത്തിൽ സ്നാനം സ്വീകരിക്കുക, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുക എന്നുള്ളത് 2:38 പറഞ്ഞിരിക്കുന്നത്. ആ വാക്യങ്ങളൊക്കെ അത്രയും വ്യക്തമായിട്ട് ഇരുന്നിട്ടും പറയുന്നത് ഞങ്ങൾ രക്ഷിക്കപ്പെടാനല്ല, പാപത്തിന്റെ മോചനത്തിനല്ല. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായിട്ടില്ല എവിടാണ് രക്ഷ എന്നുള്ളത്. കാര്യം കർത്താവ് സ്നാനപ്പെട്ടിട്ടുണ്ട്, കർത്താവ് കൽപ്പനയായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്, 12 അപ്പോസ്തലന്മാർ ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ അത് വേണ്ടെന്ന് പറയാൻ പറ്റും? എൻ്റെ പ്രിയ സഹോദര, റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. കർത്താവ് ഉലകത്തിൽ വെച്ച് പറഞ്ഞതല്ല ക്രിസ്തീയ മാർഗം. കർത്താവ് വന്നത് യഹൂദന്റെ ഇടയിലാണ്. യഹൂദന്റെ ഇടയിൽ അവരുടെ വാഗ്ദത്ത നിവൃത്തിയായിട്ട് എന്നെ ഇസ്രായേൽ ഗ്രഹത്തിലേക്ക് കാണാതെ പോയ ആടുകളുടെ അരികിലേക്ക് അല്ലാതെ അയച്ചിട്ടില്ല. ഇവിടെ ഒരു ക്രിസ്തീയ മാർഗം സ്ഥാപിക്കാൻ അല്ല കർത്താവ് വന്നത്. അവിടെ പറഞ്ഞത് ഒരു കാര്യവും ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന ഉപദേശമല്ല. കർത്താവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്തിന് ശേഷം കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം സ്വർഗത്തിൽ നിന്നും പൗലോസ് അപ്പോസ്തലനെ വിളിച്ച് അന്ന് വരെ സ്വർഗത്തിൽ മർമ്മമായിരുന്ന ഒരു സ്വർഗീയ പദ്ധതി ഓപ്പൺ ആക്കിക്കൊണ്ട് ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ കൃപായുഗം, ഉലകത്തിലുള്ള സകല മാനവരാശിക്കും രക്ഷ ലഭിക്കുന്ന ഒരു സ്വർഗീയ പദ്ധതി സ്വർഗത്തിൽ നിന്ന് ആരംഭിക്കുക. അത് ആണ് ക്രിസ്തീയ ഉപദേശം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ആരോട് എപ്പോൾ എന്തിന് പറഞ്ഞു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെല്ലാം എടുത്ത് നമുക്ക് ഉപദേശമായി കഴിഞ്ഞാൽ ഇങ്ങനെ ചക്കപ്പുഴുക്ക് മാതിരി നമ്മൾ കുഴഞ്ഞു പോകും. ഇതിന്റെ ദോഷം എന്താണെന്ന് ഞാൻ കൂടെ ഓർപ്പിക്കാറുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം. അങ്ങനെ നമ്മൾ കുഴഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 ലക്ഷം രൂപ നഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ പോട്ടെന്ന് പറയാം. അതല്ല വിഷയം. നിത്യ നരകാഗ്നിയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ചെയ്യും. നമ്മുടെ നിത്യത, നമ്മുടെ ജീവനായി വില പറയുന്നത്. എന്നും കൊന്നും നമ്മളങ്ങ് ചിരഞ്ജീവികളായിട്ട് ജീവിച്ചിരിക്കത്തില്ല. 940 വർഷം വരെ ജീവിച്ചിരുന്ന ഒരു ബൈബിളിലുണ്ട്. പക്ഷെ അതിനുശേഷം എഴുതിയിരിക്കുന്നത് പിന്നെ അവൻ മരിച്ചു എന്ന്. ഒരു ദിവസം നിങ്ങൾ മരിക്കും. ഇപ്പോഴത്തെ കാലത്ത് അത് അധികം വിദൂരവുമല്ല. ഓരോ ദിവസവും നടക്കുന്ന നമുക്ക് കാണാം. അതിനുശേഷം നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ ഒരു അവസരമില്ല. ഒന്നും ചെയ്ത് നിങ്ങളെ ക്രമീകരണം പ്രാപിക്കാൻ പറ്റത്തില്ല. ഇവിടെ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഈ വചനം മനസ്സിലാക്കാതെ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറയുന്നതിന്റെ പുറകെ പിതാക്കന്മാർ അങ്ങനെ ചെയ്തു, അല്ലെന്നുണ്ടെങ്കിൽ പാരമ്പര്യം ഇങ്ങനെ ആയിരുന്നു എന്ന് പോയിട്ട് നിത്യ നരകാഗ്നിയിലേക്ക് ചെന്ന് ചേരുവാനായിട്ട് ഇടയായി തീരും. ഇന്ന് കർത്താവിന്റെ ക്രൂശിന് മുമ്പിൽ വാട്ടർ ബാപ്റ്റിസം പ്രസംഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ക്രൂശിന്റെ ശത്രുക്കൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ന് ക്രൂശിന് വിരോധിയായിരിക്കുന്നത് ഈ വാട്ടർ ബാപ്റ്റിസവും അതിന്റെ ഉപദേശവും അത് പ്രസംഗിക്കുന്നവരുമാണ്. ഏറ്റവും വലിയ ശത്രുക്കളായി തീരും. നിങ്ങൾക്ക് ഒരു പക്ഷത്തുണ്ടെങ്കിൽ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയേക്കും, എന്താണ് ഈ ബ്രദർ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. യെസ്, ദിസ് ഈസ് ദ ട്രൂത്ത്. ഇന്ന് കോടിക്കണക്കിന് ജനങ്ങളെ സത്യമാർഗത്തിൽ നിന്ന് തെറ്റിച്ചിരിക്കുന്ന ഒരു ഉപദേശമായി ജലസ്നാനത്തിന്റെ ഉപദേശം. ആർക്കോ വേണ്ടി പറഞ്ഞിരുന്നത് എടുത്ത് നമുക്ക് നമ്മുടെ ഉപദേശമാണെന്ന് പറഞ്ഞ് അതിൽ ഹോൾ ആൻഡ് സോൾ അതിൽ മുങ്ങിയിരിക്കുക. ഞാൻ അതിന്റെ ആവശ്യകതയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തെടുത്ത് 602 കമന്റ് ആണ് എനിക്ക് കിട്ടിയത്. അതിൽ ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കാര്യം അതിന്റെ തീവ്രത അത്രമാത്രമാണ്. അതാണ് അവരുടെ ഹോൾ ആൻഡ് സോൾ വിശ്വാസം എന്ന് പറയുന്നത്. അതില്ല എന്നുണ്ടെങ്കിൽ എല്ലാം പോയി എന്നുള്ളതാണ്. കർത്താവിന്റെ ക്രൂശിനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് കൂടി കഴിഞ്ഞാൽ 10 കമന്റ് അല്ലെങ്കിൽ 25 കമന്റ് വരും, അത്രേ ഉള്ളൂ. അതൊന്നും ആർക്കും വിഷയമേ അല്ല. അതൊന്നും ആർക്കും ഇമ്പോർട്ടൻ്റ് അല്ല. ജലസ്നാനത്തിലൂടെ ക്രൂശിനെ മറയ്ക്കുകയും അതിന്റെ മഹത്വം മറയ്ക്കുകയും അതിന്റെ മഹിമ പൂർണ്ണമായിട്ട് കവർന്നിരിക്കുക.
ഇതുകൊണ്ടാണ് പോൾ പറഞ്ഞത്, ക്രൈസ്റ്റ് സെൻഡ് മീ നോട്ട് ടു ബാപ്റ്റൈസ് ലെസ്റ്റ് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ബി മെയ്ഡ് ഓഫ് നൺ എഫക്ട്. കർത്താവിന്റെ ക്രൂശ് വ്യർത്ഥമായി പോകാതിരിക്കേണ്ടതിന് എന്നെ സ്നാനം കഴിപ്പിക്കാനല്ല അയച്ചതെന്ന് പോൾ ബോൾഡായിട്ട് പറയാൻ കാര്യം ഇതാ. ഒന്ന് രണ്ട് കാര്യം കൂടി ഞാനൊന്ന് ഓർപ്പിച്ച് നിങ്ങളെ അതിലൊന്ന് ഉറപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുക. പരിശുദ്ധ ആത്മാവ് നിങ്ങളോട് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എന്നെ മുന്നിലിരിക്കുന്നവരോട് അല്ല ഞാൻ പൂർണ്ണമായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളിതിൽ നല്ല ധാരണയുള്ളവരാണെന്ന് എനിക്കറിയാം. എന്നാൽ നമ്മളെ കേൾക്കുന്ന വേറെ പലരും ഉണ്ട്. 13,000 ചില്ലുവാനും പേര് നമ്മളെ യൂട്യൂബിൽ കൂടെ തന്നെ ഒരാഴ്ചക്കകത്ത് കാണുന്നുണ്ട്. അവർക്കൊക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് എന്താണ് വാട്ടർ ബാപ്റ്റിസത്തിന്റെ ഫംഗ്ഷൻ, വെള്ളത്തിലെ സ്നാനപ്പെടുത്തുന്നതിന്റെ പർപ്പസ് എന്താ, ഫംഗ്ഷൻ എന്താ? അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെള്ളത്തിന്റെ ക്ലെൻസിങ് പ്രോപ്പർട്ടി ഉണ്ടല്ലോ, വെള്ളം ക്ലീൻ ആയിരിക്കുന്ന പോലെ വെള്ളത്തിൽ അത് എത്രമാത്രം ക്ലീൻ ആയിരിക്കും. നമ്മൾ കുളിക്കാനും ക്ലീൻ ചെയ്യാനും നമ്മളെ ക്ലെൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ വെള്ളത്തിന്റെ ക്ലെൻസിങ് പ്രോപ്പർട്ടിയോട് നിങ്ങൾ അനുരൂപരാകുക. വെള്ളത്തിൽ സ്നാനപ്പെടുമ്പോൾ വെള്ളം ശുദ്ധമായിരിക്കുന്ന പോലെ തന്നെ നിങ്ങളും ശുദ്ധമായിരിക്കണം, ക്ലീൻ ആയിരിക്കണം, പാപവിമുക്തരായിരിക്കണം. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നവരെ ആ വെള്ളത്തോട് അനുരൂപരാക്കുക, കാര്യം ക്ലെൻസ് ചെയ്ത് ക്ലീൻ ചെയ്ത് പാപവിമുക്തരാക്കി തീർക്കുന്നതിന്റെ ഒരു സൂചനയാണ് ആ വെള്ളത്തിലെ സ്നാനം എന്ന് പറയുന്നത്. അതാണ് വെള്ളത്തിലെ സ്നാനത്തിൽ നമ്മൾ വെള്ളത്തോട് ആ ക്ലെൻസിങ് പ്രോപ്പർട്ടിയോട് അനുരൂപരാകുക. എന്താണ് പരിശുദ്ധാത്മ സ്നാനത്തിന്റെ ഫംഗ്ഷൻ? ഹോളി സ്പിരിറ്റിലുള്ള സ്നാനത്തിന്റെ ഫംഗ്ഷൻ എന്താ? ക്ലീൻ ചെയ്യുക എന്നുള്ളതാണോ വെള്ളത്തിലെ പോലെ? അല്ല. കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, അല്ലെന്നുണ്ടെങ്കിൽ വിശ്വസിച്ചിരിക്കുന്ന, വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന എന്ന് ബോധ്യം വന്നതിനാൽ പരിശുദ്ധ ആത്മാവിനാൽ സ്നാനപ്പെടുത്തി ക്രിസ്തുവിന്റെ ആ മരണ അടക്ക പുനരുദ്ധാനത്തോട് അനുരൂപരാക്കി ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാക്കി തീർക്കുക എന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനോട് അനുരൂപരാക്കി തീർക്കുക, യേശു ക്രിസ്തുവിലാക്കി തീർക്കുക എന്നൊരു ഫംഗ്ഷനാണ് പരിശുദ്ധാത്മ സ്നാനത്തിനുള്ളത്. എന്താ തീയിലെ ബാപ്റ്റിസം? തീ കൊണ്ടുള്ള ബാപ്റ്റിസത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ തീയിലെ ബാപ്റ്റിസം? അത് ദുഷ്ടന്മാരായ ജനത്തിന്, സത്യത്തിന് ചെവി കൊടുക്കാതെ പോയവരെ ചുട്ട് ചാമ്പലാക്കി തീയോട് അനുരൂപരായി വെണ്ണീറായി പോകുന്ന അവസ്ഥയാ. ആ സോദോം ഗോമോറയിലൊക്കെ തീ ഇറങ്ങിയത് മാതിരി ആ തീയോട് അനുരൂപരാക്കുന്ന ആ സ്നാനം, അതായത് വരാനിരിക്കുന്ന മഹാപീഡന കാലത്തെ കുറിച്ചാ ആ തീയോടെ സ്നാനത്തെ കുറിച്ചാ പറയുന്നത്. ലൂക്കോസ് 12:50 കർത്താവ് പറയുന്ന ആ സ്നാനം ഏതാ? എങ്കിലും എനിക്കൊരു സ്നാനം ഏൽപ്പാനുണ്ട്. യോർദാനിലെ സ്നാനം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ട് പറയുന്നൊരു കാര്യമായി. എങ്കിലും രണ്ടാമതൊന്നുകൂടെ സ്നാനപ്പെടണമെന്നാണോ കർത്താവ് പറഞ്ഞേ? അല്ല. എന്താ പറയുന്നത്? എങ്കിലും എനിക്കൊരു സ്നാനം ഏൽക്കാനുണ്ട്. നമ്മുടെ മരണത്തോട്, എൻ്റെ നിങ്ങളുടെ മരണത്തോട് അനുരൂപനാകുവാൻ കർത്താവ് കരുണയാൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവമാണ്. ക്രൂശിൽ നമ്മുടെ മരണം കർത്താവ് വരിക്കുന്ന ആ ഒരു അനുഭവത്തിനാണ് പറയുന്നത് എങ്കിലും എനിക്കൊരു സ്നാനം ഏൽപ്പാനുണ്ട്. നമ്മെ പരിശുദ്ധ ആത്മാവിനാൽ സ്നാനപ്പെടുത്തി നാം കർത്താവിന്റെ മരണത്തോട് ഏകീഭവിച്ചതുപോലെ കർത്താവിന്റെ പുനരുദ്ധാനത്തോടും നമ്മൾ ഏകീഭവിക്കും. മനസ്സിലായോ? കർത്താവിന്റെ മരണത്തോട് നമ്മൾ ഏകീഭവിച്ചതുപോലെ തന്നെ അതുകൊണ്ട് തീരുകയല്ല, അടക്കത്തോടും അതിന്റെ പുനരുദ്ധാനത്തോടും, കർത്താവ് പുനരുദ്ധാനം പ്രാപിച്ചല്ലോ, അതോട് നമ്മൾ ഏകീഭവിക്കുക. അവന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായി അവൻ ജീവിച്ചെഴുന്നേറ്റതുപോലെ ആ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് നമ്മെ അതിനോട് അനുരൂപരാക്കി തീർക്കുക. ഇവിടെ നമ്മളെ വെള്ളത്തോട് അനുരൂപരാക്കേണ്ടെന്ന് യാതൊരു ആവശ്യവുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങളെ വീണ്ടെടുത്ത് ശുദ്ധരായി കഴിഞ്ഞു. ഇനി ശുദ്ധരാക്കേണ്ട ഒരു ആവശ്യമില്ല. ദർ ഈസ് നോ റോൾ ഫോർ വാട്ടർ ബാപ്റ്റിസം. മനസ്സിലായോ? ഈ ഭാഗത്ത് നമ്മളെ കർത്താവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധരാക്കി കഴിഞ്ഞു. ബേസിക്കലി വാട്ടർ ഹാസ് നോ റോൾ ഇൻ യുവർ ലൈഫ് ഫോർ ക്ലെൻസിങ്. ഇവിടെ അതിന്റെ ആവശ്യം വരുന്നില്ല. ഇതുപോലൊരു സ്നാനം ബൈബിളിൽ ഇതിനു മുമ്പ് എങ്ങും പറഞ്ഞിട്ടുമില്ല. ഒത്തിരി സ്നാനങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാം. നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം, യോഹന്നാൻ സ്നാപകൻ സ്നാനം കഴിപ്പിക്കാനായിട്ട് ദൈവം ലോകത്തിൽ അയച്ച മനുഷ്യനാണ്. ആ യോഹന്നാൻ സ്നാപകന്റെ സ്നാനത്തിൽ ആരെങ്കിലും യേശു ക്രിസ്തുവിന്റെ മരണത്തോട് ചേരുവാൻ സ്നാനപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് അറിയാമോ? യോഹന്നാൻ സ്നാപകൻ പറയുന്നുണ്ടോ, ഞാൻ നിങ്ങളെ സ്നാനപ്പെടുത്തുമ്പോൾ നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ മരണത്തോട് അനുരൂപനാകുവാനും അവനോട് കുഴിച്ചിടപ്പെട്ടു, അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞായിട്ട് നിങ്ങൾക്ക് അറിയാമോ? അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നില്ല. യോഹന്നാൻ സ്നാപകന് കർത്താവ് ആരാണെന്നേ അറിയത്തില്ലായിരുന്നു, കർത്താവ് മരിക്കുമെന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ കർത്താവിന്റെ മരണത്തോട് അനുരൂപനാക്കാൻ യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെടുത്തിയിട്ടില്ല. കർത്താവ് യേശു ക്രിസ്തു സ്നാനപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. 12 അപ്പോസ്തലന്മാരുടെ സ്നാനം ഏതായിരുന്നു?
12 പേര് സ്നാനപ്പെട്ടത് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടവരാ. അവരൊന്നും സ്നാനപ്പെട്ടത് യേശു ക്രിസ്തുവിനോട് ചേരുവാനുള്ള സ്നാനം അവരാരും സ്വീകരിച്ചിട്ടില്ല. അവരെ ആരും രണ്ടാമത് പിന്നെ സ്നാനപ്പെടുത്തിയിട്ടുമില്ല. അന്ത്രയോസും അന്ത്രയോസും യോഹന്നാനും ഒക്കെ കർത്താവിനോട് ആദ്യമേ ചേരുമ്പോൾ അവർ ഓൾറെഡി യോഹന്നാന്റെ ശിഷ്യന്മാരാ. ബാക്കിയുള്ള 12 ശിഷ്യന്മാരും യോഹന്നാന്റെ ശിഷ്യന്മാരാ. അവർ കർത്താവിനോട് ചേരുവാ ചെയ്യുന്നത്. ഇവരാരും തന്നെ കർത്താവിന്റെ മരണത്തോടോ അടക്കത്തോടോ പുനരുദ്ധാനത്തോടോ ഏകീഭവിക്കാനുള്ള സ്നാനം ചെയ്തിട്ടില്ല. അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ആർക്കും അങ്ങനെയുള്ള സ്നാനം കൊടുത്തിട്ടുമില്ല. പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിക്കുക, എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കും. അല്ലാതെ കർത്താവിനോട് ചേരുന്ന സ്നാനം അല്ലാതെ. ഇന്നത്തെ പൗലോസ് അപ്പോസ്തലനോട് പറയുന്ന, റോമാലേഖനത്തിൽ കൂടെ പറയുന്ന, പഠിപ്പിക്കുന്ന ഈ 6-ാം അധ്യായത്തിലെ സ്നാനം എന്ന് പറയുന്നത് പരിശുദ്ധ ആത്മാവ് നമ്മെ, കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ നമ്മെ സ്നാനപ്പെടുത്തി ക്രിസ്തുവിനോട് ചേർക്കുക, ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തോട് നമ്മെ അനുരൂപരാക്കി തീർക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്നു, എൻ്റെ എഫേർട്ടുകൾ വ്യർത്ഥമല്ല, നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഒരു പിക്ചറോട് നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം. ഇവിടെ ഇത് കണ്ടില്ലേ? ഇതാണ് ക്രിസ്ത്യാനിറ്റിയിൽ അത്യാവശ്യമായിട്ട് വേണ്ടുന്നത്. ഇതൊന്നും മനസ്സിലായില്ലെങ്കിലും അത്യാവശ്യം വേണ്ടുന്ന ബേസിക് ഇതാണ്. പ്രൊഫസി വേഴ്സസ് മിസ്റ്ററി. 12 അപ്പോസ്തലന്മാരാണ് ഈ നടക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 12 അപ്പോസ്തലന്മാരെ ഓരോരുത്തരുടെയും പേരാ. പീറ്റർ, ജോൺ, ജെയിംസ്, ജോൺ, ആൻഡ്രൂ, എല്ലാവരുടെയും പേരുകളാണ് എഴുതിയിരിക്കുന്നത്. ഇവർ പോകുന്നത് കണ്ടോ? പ്രൊഫസി പദ്ധതിയാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റാ പോൾ പോകുന്നത്. കണ്ടോ? ഇതാണ് ഇന്നത്തെ മിസ്റ്ററി, മറഞ്ഞിരുന്ന മർമ്മം. ഇവര് ഭൂമിയെ അവകാശമാക്കുവാനായിട്ട് പോകുന്നവരാണെങ്കിൽ നാം സ്വർഗത്തെ അവകാശമാക്കാൻ പോകുന്നവരാണ്. ആകാശവും ഭൂമിയും എത്രമാത്രം വ്യത്യാസമായിരിക്കുന്നു, അത്രമാത്രം വ്യത്യാസമുള്ള 2 പദ്ധതിയായത്. അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടി കുഴച്ചിരിക്കും. നമ്മള് കർത്താവിന്റെ കാഹളം ധ്വനിക്കും, കൈവിടപ്പെട്ടു, അയ്യോ അച്ചോ പോയേ എന്ന് പറയും. ഒരു പ്രയോജനവുമില്ല. 12 അപ്പോസ്തലന്മാരുടെ 12 ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ. കണ്ടോ? 12 അവരോട് പറഞ്ഞിരുന്നു, അവർ പ്രസംഗിച്ചത് മുഴുവൻ അവർക്കാ. 12 ട്രൈബ്സാ, 12 ഗോത്രങ്ങളാ. പ്രീച്ച്ഡ് ദ കിങ്ഡം ഓഫ് ഹെവൻ, സ്വർഗരാജ്യം അവർ പ്രസംഗിച്ചത്. പ്രീച്ച്ഡ് ജീസസ് ക്രൈസ്റ്റ് അക്കോർഡിംഗ് ടു ദ പ്രോഫസി, അവരുടെ പിതാക്കന്മാരോട് പ്രവചിച്ച് പറഞ്ഞിരുന്നമാതിരിയുള്ള പ്രോഫസി, വാഗ്ദത്ത പദ്ധതിയാണ്. പ്രീച്ച്ഡ് ജീസസ് ക്രൈസ്റ്റ് ആസ് ദ കിങ്. പ്രീച്ച്ഡ് ദ ഗോസ്പൽ ഓഫ് സർക്കംസിഷൻ ടു ജ്യൂസ്, അതാ അവർ പ്രസംഗിച്ചത്. പ്രീച്ച്ഡ് ഫെയ്ത്ത് പ്ലസ് വർക്ക് ബേസ്ഡ് ഓൺ ജീസസ് എർത്തലി മിനിസ്ട്രി, കർത്താവിന്റെ ഉലകത്തിലെ മിനിസ്ട്രി, ലോകത്തിൽ വന്നപ്പോൾ ചെയ്ത കാര്യങ്ങൾ. ഈസ് ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്. യെസ്, ദേ ആർ ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്. അവരാണ്. സ്പോക്കൺ ബൈ ഓൾ ദ ഹോളി പ്രോഫറ്റ്സ് സിൻസ് ദ വേൾഡ് ബിഗാൻ. അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായം 21-ാം വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് കാണാം, എല്ലാ പ്രവാചകന്മാരും ഉലക സ്ഥാപനം മുതലേ പ്രവചിച്ചിരുന്നതും പ്രസംഗിച്ചിരുന്നതുമായ കാര്യമാണ്. എന്നാൽ ഇവിടെ പോളിലൂടെ വെളിപ്പെട്ട ഒരു സത്യമുണ്ട്. ഇതാണ് ഞാനും നിങ്ങളും സത്യത്തിൽ. പക്ഷെ നമ്മൾ ഇവിടെ ഇതിനെക്കുറിച്ച് നമുക്ക് ഒരു അറിവുമില്ല. നമ്മൾ കംപ്ലീറ്റ് യഹൂദന്റെ പദ്ധതിയിൽ മുങ്ങിയിരിക്കുക. മുങ്ങിയെന്ന് പറയാൻ പറ്റത്തില്ല, നമ്മളെ മുക്കിയിരിക്കുക. അപ്പോസ്റ്റൽ പോൾ ടു ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഇത് നമ്മൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗം, ബ്രൈഡ് അല്ല നമ്മൾ. പ്രീച്ച് ദ ക്രോസ്, ദ ഗ്രേസ് ഗോസ്പൽ, ഇതാണ് നമ്മുടെ സുവിശേഷം. പ്രീച്ച് ജീസസ് ക്രൈസ്റ്റ് അക്കോർഡിംഗ് ടു ദ മിസ്റ്ററി. ഹിസ്റ്ററി അല്ല നമ്മുടേത്, മിസ്റ്ററിയാണ്. പ്രീച്ച് ജീസസ് ക്രൈസ്റ്റ് ആസ് ദ ഹെഡ്. നമ്മൾ കർത്താവ് നമ്മുടെ തലയും നമ്മൾ ശരീരവുമാണ്. ഗോസ്പൽ ഓഫ് അൺസർക്കംസിഷൻ, ഗ്രേസ് പ്ലസ് വർക്ക് അലോൺ സാൽവേഷൻ, ഗ്രേസ് പ്ലസ് ഫെയ്ത്ത് അലോൺ സാൽവേഷൻ, സോറി, ബേസ്ഡ് ഓൺ ജീസസ് ഹെവൻലി മിനിസ്ട്രി. കർത്താവ് സ്വർഗത്തിൽ നിന്ന് അറിയിച്ച മിനിസ്ട്രി ആയത്, ഭൂമിയിൽ വെച്ച് ചെയ്ത കാര്യങ്ങളല്ല നമ്മൾ പ്രസംഗിക്കുന്നത്. ഇസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് കെപ്റ്റ് സീക്രട്ട് സിൻസ് ദ വേൾഡ് ബിഗാൻ. ഇതാ നമ്മുടെ പദ്ധതി. ഇന്ന് നമ്മൾ പോളിനെ കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വെച്ച് 13 പേര് ഈ ഡയറക്ഷൻ നടന്നിട്ടിരിക്കുക. പോള് എങ്ങോട്ട് പോകുന്നു ആ പാതയാണ് നമുക്ക് വേണ്ടി. ഇതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത്, നമുക്ക് ഒരു ചെറിയ ചേഞ്ച് അല്ല വേണ്ടി. ഒരിടത്തുനിന്ന് ഇറങ്ങി മറ്റിടത്ത് കയറുന്നതുകൊണ്ട് ഒരു ഗുണവുമില്ല. എല്ലാവരും കൂടെ ചേർന്ന് കടും തൂക്കത്തോട് നിത്യ നരകാഗ്നിയിലേക്ക് പോകും. 180 ഡിഗ്രി ടേൺ ആണ് എടുക്കേണ്ടത്. പോള് പോകുന്നത് പോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് നമ്മുടേത്. സ്വർഗവും ഭൂമിയും മാതിരി രണ്ട് സ്ഥലത്തേക്ക് പോകുന്ന പദ്ധതികളാണ്. ഇതിന്ന് ലോകത്തിന് അറിയാതെ വണ്ണം ലോകത്തിന്റെ കണ്ണിൽ പൊടിയിട്ടിരിക്കുക. അത് കാരണമാണ് ഇത് കണ്ടില്ല, ഈ ഒരു
ഒരു ചെറിയൊരു പിക്ചർ. ഇവിടെ റീപ്ലേസ്മെന്റ് തിയോളജി, ഇതിൽ നിൽക്കുന്ന ആൾക്കാർ കണ്ടോ, മുഴുവൻ ഇന്ന് കോടിക്കണക്കിന് ഇതിന്റെ പുറകെ പോയേക്കുക. ഇന്ന് എന്നെ പോലെ, എൽദോ ബ്രദറിനെ പോലെ, നദീഷ് ചെറിയാനെ പോലെ ഒക്കെ ഈ സുവിശേഷം പ്രസംഗിക്കുന്നവര് ഞങ്ങളെ താടിക്ക് കൈയും കൊടുത്തിങ്ങനെ ഇരിക്കുക, നമ്മളിത് പറയുക. കർത്താവ് ഉലക സ്ഥാപനം മുതലേ കണ്ടിട്ടുള്ള കുറച്ചു പേരുണ്ട്. കഴിഞ്ഞിടയ്ക്ക് എൽദോ ബ്രദർ ചെയ്തൊരു വീഡിയോ ഉണ്ട്, എത്ര പേര് സ്വർഗത്തിൽ പോകുമെന്നല്ല, എത്ര പേര് പോകത്തില്ല എന്ന് പറഞ്ഞത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതെല്ലാം കേൾക്കണം, ആ വീഡിയോ നിങ്ങൾ കേൾക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. നമ്മൾ വിചാരിക്കുന്ന പോലെ മില്യൺസ് ആൾക്കാരൊന്നും റാപ്ചറിൽ എടുക്കാൻ കാണത്തില്ല. 6 ലക്ഷം ഇറങ്ങിയിട്ട് 66 ലക്ഷം ഇറങ്ങിയിട്ട് ഇവിടെ എത്തിയത് 2 പേരാ. കനാനിൽ എത്തിയത് 2 പേരാ. കർത്താവായ യേശു ക്രിസ്തു, അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം ലോകത്തിൽ വന്ന് സുവിശേഷം പറഞ്ഞിട്ട് രക്ഷിക്കപ്പെട്ടത് ലിറ്റിൽ ഫ്ലോക്സ്, ചെറിയ കൂട്ടം. അതിനെക്കാട്ടി വലിയ ആൾക്കാരൊന്നും അല്ല നമ്മൾ. കർത്താവ് കണ്ടിരിക്കുന്ന ഒരു ചെറിയ കൂട്ടമുണ്ട്. റാപ്ചറിൽ കാഹളം ധ്വനിക്കും, ഇവിടുന്ന് ചേർക്കപ്പെടും. എൻ്റെ വിശ്വാസം അത് 10,000 ലക്ഷങ്ങള് അത്രയുമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അങ്ങ് 1000 കോടി 100 കോടി ടൈപ്പിലുള്ള കോടികൾ ഒന്നും അവിടെ കാണത്തില്ല. ഈ പറയുന്ന പോലെ ഒരു വലിയ മാസീവ് റാപ്ചർ ഒന്നും ഉണ്ടാകത്തില്ല. വളരെ ചുരുക്കം പേര്, ഒരാൾ എണ്ണിയാൽ തീരാവുന്നതേ കാണത്തുള്ളൂ. വളരെ ചുരുക്കം പേരെ കാണത്തുള്ളൂ. അതൊന്നും നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, നമ്മുടെ ആഴമായ വിശ്വാസവും അന്ത്യം വരെ വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി സേവ ചെയ്തതും അതിന്റെ ഭാഗമായി തീരാനാ നമുക്ക് ദൈവം ഭാഗ്യം തന്നിരിക്കുന്നത്. ആ ഭാഗ്യം ലഭിച്ചവർക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നതിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊന്ന് മഹത്വം കൊടുക്കാമോ? ഇത് നമ്മളെപ്പോലെ അനേകര്, ഇന്ന് നിങ്ങൾ എൻ്റെ മുന്നിലിരിക്കുന്ന പോലെ അനേകര് ഇതുപോലെ പള്ളികളിൽ പോയിരിപ്പുണ്ട്, ഇതുപോലുള്ള പല സ്ഥലങ്ങളിലും പോയിരിപ്പുണ്ട്. കണ്ടില്ലേ, അവർ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്നുണ്ട്. പക്ഷെന്നുണ്ടെങ്കിൽ never hear the truth that the Paul is our only apostle today during this present dispensation of grace. ഒത്തിരി പേര് മുടങ്ങാതെ പള്ളിയിൽ പോകുന്നുണ്ട്. നിങ്ങൾ ഇതിലെ ഈ കൂട്ടത്തിലെ ഒരു മെമ്പറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ കൈവിടപ്പെട്ടു പോകുന്നുള്ളത് 150% ഷുവറാണ്. ഹല്ലേലൂയ. ഒരുത്തർ പോലും നഷ്ടപ്പെട്ടു പോകലെന്നുള്ള ആത്മഭാരം ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. ഞാൻ എൻജോയ് ചെയ്ത് പറയുകയല്ല, ഒരു സത്യം നിങ്ങളെ വേദനയോടുകൂടി അറിയിക്കുക. ഇന്ന് ലോകത്തിന്റെ പുറകെ ഓടിക്കഴിഞ്ഞാൽ ഓടുന്നത്രയും കാലം നിങ്ങൾക്ക് നല്ല നല്ല ക്രെഡിറ്റ് ആയിരിക്കും, പറയാൻ പറ്റും ഞാൻ ഇന്നടത്താണ് കൂടുന്നത്, എന്താ പറയുന്നത്, സിറ്റി ലൈറ്റ് എന്ന് പറയുന്ന ചർച്ചിലാണ്, ഞങ്ങൾ 600 മെമ്പേഴ്സ് ഉണ്ട്, 4000 മെമ്പേഴ്സ് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും, ലോകത്തിലായിരിക്കും. പക്ഷെ ഒരു ദിവസം നിങ്ങളുടെ മൂക്കിൽ നിന്ന് ശ്വാസം പോകും. അന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്താ ഞാൻ ഈ പറയുന്നതെന്നുള്ളത്. കർത്താവിനെ അറിയുവാൻ ഇന്ന് യാതൊരു പ്രതിഫലവും കൊടുക്കാതെ രക്ഷയ്ക്കുള്ള മാർഗം കർത്താവ് ഒരുക്കിയിരിക്കുക. അതിലെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുന്ന മാർഗമാണ്. അതിനെ മനസ്സിലാക്കുവാൻ വിനീതമായിട്ട് ഞാൻ സ്നേഹത്തോടെ വീണ്ടും ഓർപ്പിക്കുക. ദൈവനായിട്ട് നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ്. എന്നാൽ ചില കാര്യങ്ങളൊക്കെ ചേർത്ത് ഓർപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു കാര്യം ഈ സമയത്ത് ഓർപ്പിച്ചുകൊള്ളട്ടെ, അടുത്ത ആഴ്ചയിൽ നമ്മുടെ ക്ലാസ് കാണത്തില്ല. അടുത്ത ആഴ്ചയിൽ ഞാൻ ഔട്ട് ഓഫ് കൺട്രി ആയിരിക്കും. അതിനു മുൻപായിട്ട് ഇവിടെ എത്തിച്ചേരത്തില്ല. അതുകൊണ്ട് ആ ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ എനിക്ക് കഴിയത്തില്ല. അതുകൊണ്ട് അടുത്ത ആഴ്ച നമുക്കൊരു ബ്രേക്കാണ്. അതുകൊണ്ട് തന്നെ കുറെ കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനെ ചിന്തിക്കുവാനും പഠിക്കുവാനും അതിലൂടെ അതിൻ്റെ മാധുര്യം നുണയുവാനും ഒക്കെ ദൈവം സഹായിക്കട്ടെ. അതിൻ്റെ ഫോളോവിങ് വീക്ക്, അടുത്ത ആഴ്ചയുടെ പിന്നത്തെ ആഴ്ച നമ്മുടെ ക്ലാസ് പുനരാരംഭിക്കുന്നതായിരിക്കും. റോമാലേഖനം 6-ാം അധ്യായം 5-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെയാണ് ഇന്ന് ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്രത്തോളം അവസരം കിട്ടാൻ ചാൻസ് ഇല്ല, ബട്ട് വി വിൽ കണ്ടിന്യൂ. എത്രമാത്രം പോകുന്നു അത്രമാത്രം നമുക്ക് നോക്കാം. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ പറയുകയാണ്. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. 3-4 വാക്യം വായിച്ചതിന്റെ കണ്ടിന്യൂവേഷൻ അവിടെ നിർത്തുകയല്ല, അത് അവിടെ കൊണ്ട് തീരുകയല്ല. 11-ാമത്തെ വാക്യം വരെ അതിന്റെ പ്രതിഫലനമാണ്. ഇത് കണ്ടില്ലേ 5-ൽ പറയുന്നത്, അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു.
ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കിയാൽ ഇനി മരിക്കയില്ല, മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അതുകൊണ്ട് നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. ഇവിടം വരെയാണ് ഇത് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ കർത്താവ് നമ്മളെ അനുവദിക്കുന്നതോളം നമുക്ക് മുന്നോട്ട് പോകാൻ. നമ്മുടെ മുന്നിൽ ഏകദേശം 10-20 മിനിറ്റ് ആണുള്ളത്. 20 കൂടിയാൽ 25 മിനിറ്റ് അത്രയുമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിനോടകം നമുക്ക് ചിന്തിക്കാവുന്ന അത്രയും മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ. 3-4 വാക്യങ്ങളിൽ നമ്മൾ പ്രതിപാദിച്ച ആ പരിശുദ്ധാത്മ സ്നാനത്തിന്റെ ഇമ്പാക്റ്റ് ആണ് ഈ വരുന്ന 11 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ശരിക്കും 11 വരെയല്ല, 8-ാമത്തെ അധ്യായം വരെ ഇതിന്റെ ഇമ്പാക്റ്റ് ആ കാണുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം ക്രിസ്തുവിൽ എങ്ങനെ വിശുദ്ധന്മാരായിട്ട് ജീവിക്കണം, എങ്ങനെ ഒരു വിശുദ്ധ ക്രിസ്തീയ ജീവിതം, എങ്ങനെ ഒരു ജയ ജീവിതം നമുക്ക് നയിക്കാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. 5-ാം വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്. 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചു എങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. ഞാനിവിടെ ഒരു വലിയ സത്യം നിങ്ങളോട് പറയാൻ പോവുകയാണ്. എന്നെ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. എറ്റേണിറ്റി അല്ലെങ്കിൽ നിത്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? നമുക്കറിയാവുന്നത് ഈ ലോക ജീവിതം ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മരിക്കും. അതിനുശേഷം നമ്മൾ കർത്താവിന്റെ വരവിൽ ഉയർത്തെഴുന്നേൽക്കും. അതിനുശേഷം നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു അനുഭവമാണ് എറ്റേണിറ്റി അല്ലെങ്കിൽ നിത്യത. അങ്ങനെയാണ് ഇതുവരെയുള്ള ആൾക്കാർ വിശ്വസിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പഴയ നിയമത്തിലെ അല്ലെന്നുണ്ടെങ്കിൽ യഹൂദിയ ഉപദേശത്തിലൊക്കെ അവർ വിശ്വസിച്ചിരിക്കുന്നത് അങ്ങനെ. ഈ ലോക ജീവിതം കഴിയും, അതിനുശേഷം അവർ മരിക്കും, അതിനുശേഷം കർത്താവിന്റെ വരവിൽ അവരെല്ലാവരും പുനരുദ്ധാനം പ്രാപിക്കും. വിശുദ്ധരായിട്ട് ജീവിച്ചവരൊക്കെ പുനരുദ്ധാനം പ്രാപിക്കും, അവർ നിത്യതയിലേക്ക് കടക്കും. അതിനെയാണ് എറ്റേണിറ്റി എന്നവർ വിശ്വസിച്ചിരിക്കുന്നത്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ, നമ്മൾ തുടർന്ന് പഠിക്കാൻ പോകുന്നത് ഈ ഭാഗങ്ങളൊക്കെ പഠിക്കും. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത് യുവർ എറ്റേണിറ്റി സ്റ്റാർട്ട്സ് നൗ. അതായത് നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ കൃപായുഗത്തിൽ തന്നെ നിങ്ങൾ എറ്റേണിറ്റിയിലേക്ക് കടന്നിരിക്കുക. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ എറ്റേണിറ്റി ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് എറ്റേണിറ്റിയുടെ അനുഭവത്തിലാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷാ പദ്ധതിയിൽ വിശ്വസിച്ചു കഴിയുമ്പോൾ കർത്താവിനോടൊപ്പം മരിക്കുകയും കർത്താവിനോട് ചേർന്ന് അടക്കപ്പെടുകയും കർത്താവിനോടുകൂടി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത് ആത്മീകമായിട്ട് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക. ഇതൊരു ഡൺ ഡീലാണ്. നാം ദൈവത്തോടൊപ്പം സ്വർഗത്തിലായിരിക്കുക. അതായത് നമ്മുടെ എറ്റേണിറ്റി ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. നമ്മൾ ഇനി മരിക്കാതിരിക്കാൻ ചാൻസ് ഉണ്ട്. കർത്താവിന്റെ വരവായാൽ മരിക്കാതെ ഇങ്ങനെ നമ്മൾ ചേർക്കപ്പെടും. ബൈ ചാൻസ് മരിച്ചു പോയി കഴിഞ്ഞാലും കർത്താവിനോടൊപ്പം വിട്ടുപിരിഞ്ഞ് കർത്താവിനോടാണ് നമ്മൾ ആകുവാനായിട്ട് പോകുന്നത്. നമ്മുടെ എറ്റേണിറ്റിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ആകാൻ പോകുന്നത്. ഒരു ദിവസം പോലും നമുക്ക് കർത്താവിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടോ എറ്റേണിറ്റിയിൽ നിന്ന് മാഞ്ഞു പോകുന്നതായിട്ടോ നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവും പ്രാണനും എവിടോ ഒരു ഡിസ്കണക്ട് ആയി പോകുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഇനി നിങ്ങൾ കാണത്തില്ല. നിങ്ങളുടെ എറ്റേണിറ്റി ഹാസ് ഓൾറെഡി ബിഗൺ. ഹല്ലേലൂയ. ഈ ലോക ജീവിതത്തിൽ തന്നെ നമ്മൾ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ ദൈവസഭയോട് ഭാഗമായി തീർന്നിരിക്കുമ്പോൾ തന്നെ നമ്മുടെ എറ്റേണിറ്റിയുടെ ഭാഗമായി തീർന്നിരിക്കുക. അതായത് നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക. നമുക്ക് ഒരു ദിവസം മരിച്ചു കഴിഞ്ഞാൽ വി ഹാവ് ആബ്സല്യൂട്ട്ലി നത്തിങ് ടു ലൂസ്. നമുക്കൊന്നും നഷ്ടമാകാനില്ല. അടുത്ത മൊമെന്റിൽ നമ്മൾ കർത്താവിനോടൊപ്പം ആയിരിക്കുക. പൗൽ പറയുന്നത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം, അത് അത്യുത്തമമല്ലോ. ഇന്ന് നിങ്ങൾ ഏത് അനുഭവത്തിലായിരിക്കുന്നു അതിനെ 10,000 മടങ്ങ് നിങ്ങൾ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എന്തൊരു സന്തോഷവും അനുഭവം കിട്ടുമോ അത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടൊരു അനുഭവത്തിലേക്ക് നാം മരിച്ചു കഴിഞ്ഞാൽ മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. കണ്ണൊന്ന് അടയണം, അന്നേ നമ്മൾ അറിയത്തുള്ളൂ നമ്മൾ ഈ പ്രസംഗിച്ചത് എന്താണെന്നും നമ്മൾ ഈ വിശ്വസിച്ചത് എന്താണെന്നും. കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് നാം അത് ഇന്ന് നമ്മളെ അവിടെ ആക്കിയിരിക്കുക. പക്ഷെ ഉണ്ടെങ്കിൽ നമുക്കതിന്ന് വ്യക്തമായിട്ട് കാണാനോ അനുഭവിക്കുവാനോ കഴിയാത്തത് നമ്മൾ ഈ ശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. അതായത് നമ്മുടെ ഈ എറ്റേണിറ്റി ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. നമ്മൾ ഒരു ദിവസം മരിക്കും, അതിനുശേഷം നമ്മൾ നിത്യതയിലാകാൻ പോവുക, നിത്യമായ അനുഭവത്തിലേക്ക് ആകാൻ പോവുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ നിത്യതയുടെ ആദ്യ ദിനങ്ങളിലാണ് നാം ഈ ആയിരിക്കുന്നത്.
നിത്യത എന്ന് പറയുന്ന ഒരു വലിയ ലോങ് പീരീഡിന്റെ ആദ്യത്തെ ചില അനുഭവം, ചില ആദ്യത്തെ ദിനങ്ങളിലാണ് നാം ആയിരിക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഭാഗ്യം നമ്മുടെ ഈ മൺകൂടരത്തിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് നിത്യതയിലാകുവാനായിട്ട് ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചോദ്യം വരികയാണ്, ഈ മൺകൂടാരത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കണം? നമ്മൾ ഓൾറെഡി നിത്യത അഷ്വേർഡ് ആണ്, നമ്മൾ നിത്യതയിലേക്ക് പോകാൻ പോവുകയാണ്, അതൊരു ഡൺ ഡീലാണ്. അതിന്റെ ആദ്യത്തെ അനുഭവത്തിലും ആദ്യ ദിനങ്ങളിലാണ് നമ്മൾ ഈ ശരീരത്തിലായിരിക്കുന്നെങ്കിൽ ഒരു പ്രത്യേക സ്പീഷീസാണ് നമ്മൾ, പ്രത്യേക ഭാഗ്യം ലഭിച്ചവരാ. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ ശരീരത്തിലായിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് ചോദിക്കുക. അതിനാണ് പോൾ ഇവിടെ മറുപടി പറയുന്നത്. നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേന് ഈ ചിന്തിക്കുന്നത് അതിന് മറുപടിയാ പോൾ ഇവിടെ പറയുന്നത്. അതായത് അതിന്റെ 5-ാമത്തെ വാക്യം, അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും നാം ഏകീഭവിക്കും. ഇപ്പോൾ നാം ഈ ശരീരത്തിൽ എങ്ങനെ ജീവിക്കണം? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ശരീരത്തിലായിരിക്കുമ്പോൾ ഏത് രീതിയിൽ നാം ദൈവത്തിനെ പ്രസാദിപ്പിക്കണം, നമ്മൾ എങ്ങനെ ജീവിക്കണം? നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗസ്ഥലത്ത് ഇരുത്തിയിരിക്കുന്നു. നിറയെ വാക്യങ്ങളുടെ അകമ്പടിയോട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രൂവ് ചെയ്യാൻ ഇഷ്ടം പോലെ വാക്യങ്ങൾ എനിക്കുണ്ട്. ഞാൻ അതിലേക്ക് ഒന്നും പോകാത്തത് നിങ്ങൾക്കിത് ഇതിനോടകം അറിയാവുന്നതുകൊണ്ട്. ആർക്കെങ്കിലും കൂടുതൽ ക്ലാരിറ്റി ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം വാക്യങ്ങൾ എടുത്ത് കാണിച്ചുകൊണ്ട് ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കഴിയും. ദൈവവചനത്തിന്റെ ഒരു കൺഫർമേഷൻ ആണ് ഇതെങ്കിൽ ഈ പാപ ശരീരത്തിലായിരിക്കുമ്പോൾ നാം എങ്ങനെ ജീവിക്കണം? അതാ ചോദ്യം. ഇതിനെയാണ് ഇവിടെ 6-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ അഡ്രസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനിയും അതിൽ ജീവിക്കുന്നത് എങ്ങനെ? യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. ആ മരണത്തിൽ പങ്കാളിയാകുവാൻ സ്നാനമേറ്റ നിങ്ങൾ കർത്താവിനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ അടക്കപ്പെട്ടു. അവൻ ജീവന്റെ പുതുക്കത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നിങ്ങൾ ജീവന്റെ പുതുക്കത്തിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുക. ആ ഒരു ജീവന്റെ പുതുക്കത്തിൽ വേണം നിങ്ങൾ നടക്കാനെന്ന് പറയുന്ന ഒരു ഭാഗത്തെ കൂടുതൽ വിശദീകരിക്കുക. ഇവിടെ മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഇതാ ഇവിടുത്തെ വിഷയം. അല്ലാതെ ജലസ്നാനം കഴിപ്പിച്ച് നമ്മളെ ചർച്ചിന്റെ മെമ്പർഷിപ്പ് തരുന്ന കാര്യമല്ല ഇവിടെ ഈ പറയുന്നത്. ഈ പാപജടത്തിൽ ജീവനോടെ ഇരിക്കുന്ന കാലം നാം എങ്ങനെ ജീവിക്കണം? അതിന് പോൾ ഉത്തരം പറയുകയാണ്, യു ഷുഡ് നോട്ട് ലീവ് ഇൻ സിൻ. അതായത് നമ്മൾ പാപത്തിലായിരിക്കരുത്. ബിക്കോസ് യു ആർ ഡെഡ് ടു സിൻ. പാപത്തിന് നമ്മൾ മരിച്ചിരിക്കുക. നമ്മൾ അതുകൊണ്ട് പാപത്തിൽ ജീവിക്കരുത്. കാരണം പാപസംബന്ധമായി നിങ്ങൾ മരിച്ചിരിക്കുന്നവരാ. അങ്ങനെ ഒന്ന് പറഞ്ഞാലൊന്നും ജനത്തിന് മനസ്സിലാകത്തില്ല. അത്രയും പറഞ്ഞതുകൊണ്ട് കാര്യം വ്യക്തമാകത്തില്ല എന്ന് പോളിന് അറിയാം. അതുകൊണ്ട് ഇതിനെ അല്പം കൂടി വിശദീകരിക്കണം. അതിനായിട്ട് 6, 7, 8 ചാപ്റ്റർ മുഴുവനും ഈ വിഷയമായി എഴുതിയിരിക്കുന്നത്. നമ്മൾ അടുത്ത അധ്യായങ്ങളിലോട്ടൊക്കെ കടക്കുമ്പം ഭയങ്കര, എനിക്കിത് പഠിക്കുമ്പോഴും ഇത് ധ്യാനിക്കുമ്പോഴും ഒക്കെ ഗൂസ് ബംസ് ഉണ്ടാകുന്ന രീതിയിലുള്ള അനുഭവമാണ്. നിങ്ങൾ അതിൽ സന്തോഷിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം നമ്മുടെ അകത്തെ മനുഷ്യൻ പാപസംബന്ധമായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ഇത് നമുക്കറിയാവുന്ന കാര്യം. എഫേസ്യ ലേഖനം ഞാനൊരു വാക്യം ഒന്ന് പെട്ടെന്ന് കാണിച്ചു, ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് കാണിക്കാം. എഫേസ്യർ 2-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം അവിടെ പറയുന്നത് കണ്ടില്ലയോ? അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ, അതായത് നമ്മോടുള്ള സ്നേഹത്തിന്റെ ആധിക്യ നിമിത്തം തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന്. ഈ കൃപ എന്നൊക്കെ നമ്മൾ ഈ പറയുന്നെങ്കിലും അത് ആക്ച്വലി എന്താണെന്നുള്ളത് നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അതിന്റെ കൃപയുടെ അത്യന്ത ധനം, ആൻഡ് ഹാത്ത് raised us up together and made us sit together in heavenly places in Christ Jesus. ഇത് തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. നമ്മൾ സ്വർഗത്തിലായിരിക്കും. ഇതൊരു ഡൺ ഡീലാണ്. ഇവിടുന്ന് നിങ്ങളെ ഒരു ശക്തിക്കും ഇനി മാറ്റുവാൻ കഴിയത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭാഗ്യം ലഭിച്ചവരാ നമ്മൾ. ആ ഭാഗ്യത്തിൽ നമുക്ക് ഈ മൺകൂടാരത്തിൽ ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കാര്യം നമ്മൾ സ്വർഗത്തിലേക്ക് പോകാനുള്ളവരാണ്. ഇവിടെ അനേകർ നമ്മുടെ ചുറ്റിനും ഉണ്ട്. അവരോടുകൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കണം, അവരോട് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം, എങ്ങനെ നമ്മൾ മാതൃകയായിട്ട് ജീവിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ബാക്കി തുടർമാനമായിട്ട് പറയുക. നാം പരിശുദ്ധാത്മ സ്നാനത്താൽ കർത്താവിന്റെ മരണത്തോടും അടക്കത്തോടും പുനരുദ്ധാനത്തോടും ഏകീഭവിച്ചിരിക്കുന്നു. അങ്ങനെ നാം ക്രിസ്തുവിലായിരിക്കുക, ക്രിസ്തുവിനോട് ചേർന്നിരിക്കുക.
ഇങ്ങനെയുള്ളവരാ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുന്നത്. റാപ്ചറിൽ ഉയർക്കുന്നത് ക്രിസ്തുവിൽ മരിച്ചവർ മുന്നമേ ഉയർത്തെഴുന്നേൽക്കും. ആരാ ക്രിസ്തുവിൽ മരിച്ചവര്? ക്രിസ്തുവിലായവരാ ക്രിസ്തുവിൽ മരിക്കുന്നത്. എങ്ങനെ നിങ്ങൾ ക്രിസ്തുവിലായ? പരിശുദ്ധാത്മ സ്നാനത്താൽ നമ്മളെ ക്രിസ്തുവിലാക്കി തീർക്കുക. ക്രിസ്തുവിന് മരണത്തോടും പുനരുദ്ധാനത്തോടും ഒക്കെ നമ്മൾ ഏകീഭവിക്കുക. അങ്ങനെ ക്രിസ്തുവിലായി തീർന്നു. ക്രിസ്തുവിൽ മരിച്ചവർ മുന്നമേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ ക്രിസ്തുവിൽ മരിക്കാത്ത അനുഭവത്തിലാണ് നമ്മൾ ആയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ കാഹളം ധ്വനിക്കും നമ്മൾ കേൾക്കത്ത പോലുമില്ല. ആ ഒരു വലിയ ട്രാജഡിയാ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ തൊണ്ടയിലെ വെള്ളം പറ്റിക്കുന്നത്. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. നമ്മൾ മരിച്ച് ക്രിസ്തുവിലായി നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ കർത്താവിനെ പോലെ നാമും ആ ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. അതായത് ജീവിത വിശുദ്ധിയിൽ നടക്കണം. ഈ അധ്യായം ആരംഭിച്ചപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, 6-ാം അധ്യായം ആരംഭിച്ചപ്പോൾ ഞാൻ ഇതിന്റെ തീം പറഞ്ഞു. ആ തീമിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ പാപ സ്വഭാവത്തിന് മരിച്ചിട്ട് ദൈവത്തിന് ജീവിക്കുന്നവരാകുകയും. അതാണ് ഈ 6-ാം അധ്യായത്തിന്റെ തീം എന്ന് പറയുന്നത്. പാപം സംബന്ധിച്ച് മരിച്ചിട്ട് ദൈവത്തിന് ജീവിക്കുന്നവരാകുകയും എന്നുള്ളതാണ്. അത് എങ്ങനെയാണെന്നാണ് അപ്പോൾ ഇതിലൂടെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മ സ്നാനത്താൽ ദൈവം നമ്മെ നമ്മെ ക്രിസ്തുവിലാക്കി പുതിയൊരു സൃഷ്ടിയാക്കി സ്വർഗസ്ഥലത്ത് ഇരുത്തിയിരിക്കുക. ഇതൊരു വലിയ പദവിയാ. ശരീരം ലോകത്തിലും ആത്മാവും പ്രാണനും അഷ്വേർഡ് ആയിട്ട് സ്വർഗത്തിലും. അതായത് നാം മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകുന്നതിന്റെ ഒരു അഷുറൻസ് നമുക്ക് ലഭിച്ചിരിക്കുക. എന്നാൽ മറ്റുള്ള ലോക ജനങ്ങൾ, നമ്മുടെ ചുറ്റുപാടുമുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ രക്ഷിക്കപ്പെടാത്തവരാണ്. അല്ലെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനി എന്ന പേരിൽ വഞ്ചിതരായി പോയവരാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ ശരീരം ലോകത്തിലാണ്, അവരുടെ ആത്മാവും പ്രാണനും ലോകത്തിൽ തന്നെയാണ്. മരണശേഷം അവർ നിത്യ നരകാഗ്നിയിലേക്ക് പോവുകയാണ്. ആ വ്യത്യാസം മനസ്സിലായോ? നമ്മുടെ ശരീരം നമ്മളിപ്പോൾ ലോകത്തിലാണ് നിൽക്കുന്നത്, പക്ഷെങ്കിൽ നമ്മുടെ ആത്മാവും പ്രാണനും അഷ്വേർഡായിട്ട് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ ഈ ബൈബിളിൽ ഈ വാക്യം അതാ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അഷ്വേർഡാണ്. തിരുവചനത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ആഷുറൻസിന്റെ, അല്ലെന്നുണ്ടെങ്കിൽ ഈ കൃപയുടെ അത്യന്ത ധനത്തിന്റെ ആഷുറൻസുകളിൽ ഒന്നായത്. ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണരാണ്. യു ആർ കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ്. ഇവിടെ നമ്മൾ ഒന്നും ചെയ്ത് നേടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ പോകുന്നതോ അല്ല. ഇത് ഒരു വലിയ പദവിയാ. ശരീരം, നമ്മുടെ ഈ ശരീരം ഇപ്പൊ ലോകത്തിലായിരിക്കുക. ഇതിന്റെ മറ്റേ എൻഡെന്ന് പറയുന്നത് നിത്യതയാണ്. ആ എൻഡിൽ തന്നെ, അതിൽ തന്നെ നമ്മളിവിടെ നമുക്ക് ആ ഒരു നിത്യമായ ഒരു അനുഭവത്തിലേക്ക് നമ്മളെ ദൈവം ചേർത്തിരിക്കുക. ആത്മാവും പ്രാണനും സ്വർഗത്തിലായിരിക്കുക ആകുന്നത് പോലെ. അതായത് മരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, പക്ഷെ ആ ഒരു അഷുറൻസ് തന്ന് നാം അതിൽ സന്തോഷിക്കുക. മറ്റു ലോക ജനങ്ങൾ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരവും ഇവിടാണ്, ആത്മാവും പ്രാണനും എല്ലാം ഇവിടാണ്. അവർ മരിച്ചു കഴിഞ്ഞാൽ നിത്യ നരകാഗ്നിയിലേക്ക് പോകാൻ പോവുകയാണ്. അതുകൊണ്ട് അപ്പോൾ ഒരിക്കൽ ചോദിക്കുന്നത്, നിങ്ങളുടെ ഇടയിൽ ഈ കാര്യം മനസ്സിലായ ഒരുത്തരും ഇല്ലേ? നിങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ ഇടയിൽ അതിന് ആലോചന ചോദിക്കാൻ പോവുകയാണോ? അവൻ നിത്യ നരകാഗ്നിയിലേക്ക് പോകാനുള്ളവനാണ്. അവന് ഇതിനെക്കുറിച്ച് ഒരറിവുമില്ലാത്തവനാണ്. നിങ്ങൾ ദൂതന്മാരെ വരെ വാഴുന്ന അളവിൽ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ നിങ്ങൾ ആയിരിക്കുക. നിങ്ങൾക്കിത് ക്രമീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പോള് കൊരിന്ത്യലേഖനം 6-ാം അധ്യായത്തിൽ ആ സഭയിലെ പ്രശ്നം പരിഹരിക്കാനായിട്ട് അവർ മറ്റുള്ള ന്യായാധിപന്മാരുടെ ഇടയിൽ പോയപ്പോൾ അവരെ ശകാരിക്കുന്ന ഒരു രംഗമുണ്ട്. ഞാനത് ഓർപ്പിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ അത്ര അഷ്വേർഡാണ് നമ്മുടെ പദ്ധതി. ഇവിടെ ഒരു പ്രത്യേക സ്പീഷീസാണ് നമ്മൾ. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ, ഇതിനെയാ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 1-2 വാക്യങ്ങളൊന്ന് കാണിച്ചോട്ടെ. കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ, 14 മുതൽ 17 വരെ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാൻ. ശ്രദ്ധിച്ചാട്ട്, ഞാൻ ഈ വായിക്കുന്നത് ശ്രദ്ധിച്ചാട്ട്. ഇത് കണ്ടോ, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. പോൾ പറയാ, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക. എല്ലാവരും മരിച്ചു. നിങ്ങൾ എല്ലാവരും മരിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് മരിച്ചപ്പോൾ നമ്മളെല്ലാം അവനോട് ചേർന്ന് മരിച്ചു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക. എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. കണ്ടോ, നമ്മുടെ മരണമാണ് കർത്താവ് മരിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും വേണ്ടി കർത്താവ് മരിച്ചിരിക്കുന്നുവെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. അടുത്ത വാക്യം, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു.
പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായോ ആ സൃഷ്ടിയുടെ പ്രത്യേകത എന്താന്ന്? ഈ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിത്യത ഓൾറെഡി ആരംഭിച്ചിരിക്കുക. നമ്മൾ ക്രിസ്തുവിലായി കഴിഞ്ഞപ്പോൾ നമ്മളൊരു പുതിയ സൃഷ്ടിയാണ്. നമ്മുടെ അകത്തെ മനുഷ്യൻ സ്വർഗത്തിലായിരിക്കുക. നാം പുറത്തെ മനുഷ്യനെ കൺട്രോൾ ചെയ്ത് ആത്മാവിൽ ആശ്രയിച്ച് ആ നിത്യതയിലേക്ക് പോകുന്ന ഒരു പ്രത്യേക ജീവിയാണ്, ഒരു പ്രത്യേക ക്രിയേച്ചറാണ് നമ്മൾ. അങ്ങനെ നമ്മളൊരു പുതിയ സൃഷ്ടിയായി മാറിയിരിക്കുക. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീർന്നു. പഴയത് കഴിഞ്ഞുപോയി. ഇതിനു മുമ്പ് നമ്മളിൽ ഉണ്ടായിരുന്ന ഈ ബോഡി ഇങ്ങനെ ഉണ്ട്, ഈ മൺകൂടാരം ഇങ്ങനെ ഉണ്ട്. പക്ഷെ ഇതിനകത്തിൽ വലിയ മാറ്റം സംഭവിച്ചിരിക്കുക. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. ഈ ഭാഗം നമ്മൾ തുടർന്ന് ചിന്തിക്കാമെന്ന് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള ചില വാക്യങ്ങൾ കൂടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 4 വരെ ഇത് കണ്ടില്ലേ? എന്നെ ശ്രദ്ധിച്ചേ, ഈ വാക്യം പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചേ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, കണ്ടോ, മരിച്ച കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഉയർപ്പിച്ച കാര്യം പറയാം. നമ്മൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഈ ലോകത്തിലുള്ളതോ, ഈ ലോകത്തിലെ ബിസിനസ്സോ, ഇവിടുത്തെ പ്രശ്നങ്ങളോ, ഇവിടുത്തെ ഒന്നുമല്ല നമ്മുടെ വിഷയം. നമ്മളെ കർത്താവ് ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ക്രിസ്തു മരിച്ചപ്പോൾ നമ്മൾ മരിച്ചു, അടക്കിയപ്പോൾ നമ്മളെ അടക്കി, ഉയർത്തപ്പോൾ നമ്മളും അവനിൽ ഉണ്ടായിരുന്നു. നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗസ്ഥലങ്ങൾ ഇരുത്തിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഈ ലോകത്തെക്കുറിച്ച് ബേജാറാകാതെ ഇതിന്റെ പുറകെ ഓടിയിട്ട് നിങ്ങളുടെ ഇത്ര വലിയ ഒരു രക്ഷയെ അഗണ്യമാക്കി കളയല്ല. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഇതാ നമ്മുടെ ഓഫർ. യഹൂദന്റെ ഓഫർ ഇതല്ല. അവൻ അങ്ങോട്ട് പോകുന്നതേ അറിയത്തില്ല. ഉയരത്തിലുള്ളതിനെ കുറിച്ച് അവന് ഒരു പിടിയുമില്ല. അവന് മുഴുവനും നിങ്ങൾ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, ഭൂമി അവകാശമാക്കുന്ന പദ്ധതിയാണ്. അടുത്ത കണ്ടോ, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. എനിക്ക് തുള്ളിച്ചാടാനാ തോന്നുന്നത്. ഹല്ലേലൂയ. തുള്ളിച്ചാടി കർത്താവിനെ മഹത്വപ്പെടുത്താനാണ് എനിക്ക് തോന്നുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തെക്കുറിച്ച് അപ്പോൾ ഈ റോമാലേഖനം മുഴുവനും വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. റോമാലേഖനത്തിലേക്ക് മടങ്ങി വരാം. 6-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം നമ്മൾ തൊട്ട് തുടങ്ങിയത്. ഭയങ്കര ആഴമേറിയ സബ്ജക്റ്റുകളാണ് ഇതെല്ലാം. എത്രമാത്രം നിന്നു കഴിഞ്ഞാലും നമുക്ക് മതി വരത്തില്ല. അതുപോലെ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിറയെ സബ്ജക്റ്റുകൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. 6-ാമത്തെ വാക്യം, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വേണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. നമ്മുടെ പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും ഇതൊരു വലിയ കോൺസെപ്റ്റാണ്. ഇതിനു മുമ്പ് ആരും പറഞ്ഞിട്ടില്ല, ആർക്കും അറിയത്തില്ല. കാര്യം അങ്ങനെ ഒരു അനുഭവം ആർക്കും ഉണ്ടായിട്ടില്ല. ഇത് നമ്മൾ പുതിയ മനുഷ്യനായിട്ട് തീരുക. നമ്മളിൽ ഇപ്പൊ 2 മനുഷ്യനുണ്ട്. പുതിയ ക്രിയേഷനുണ്ട്, ഒരു പുതിയ മനുഷ്യനുണ്ട്, നമ്മുടെ ഒരു പഴയ മനുഷ്യനും ഉണ്ട്. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന്, ആ പഴയ മനുഷ്യൻ പാപം ചെയ്തിരുന്ന ആ പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. നമ്മുടെ പുറത്തെ മനുഷ്യനെ, പഴയ മനുഷ്യൻ, നമ്മളുണ്ടായിരുന്ന ഒരു പഴയ മനുഷ്യനുണ്ട്, അവനെ കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ഈ പഴയ മനുഷ്യൻ കഴിഞ്ഞിട്ട് പുതിയ മനുഷ്യൻ ജീവിക്കുക. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ ഒരുത്തൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനിൽ പാപമില്ല, അവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുക. ഇവിടെ ഒരു പഴയ മനുഷ്യന്റെയും പുതിയ മനുഷ്യന്റെയും കാര്യമാണ് പറയുന്നത്. ഈ പുതിയ മനുഷ്യൻ ഉണ്ടാകുന്നത് പഴയ മനുഷ്യൻ മരിക്കുന്നിടത്ത് നിന്നാണ്. പഴയ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ പുതിയ മനുഷ്യൻ അവിടുന്ന് ജീവിക്കുകയാണ്. സ്റ്റാർട്ട്സ് ഫ്രം ദ ഡെത്ത് ഓഫ് ഓൾഡ് മാൻ. കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം അതിന്റെ 20-ാമത്തെ വാക്യം. അവിടെ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരുമാണ്. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ, പിന്നെ ഈ ശരീരത്തിൽ ഞാൻ ഇരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രൻ തങ്ങളുള്ള വിശ്വാസത്താൽ അത്ര ജീവിക്കുന്നത്.
ഈ ഓൾഡ് മാൻ ന്യൂ മാൻ ഇതൊരു വലിയൊരു കോൺസെപ്റ്റാണ്. യേശു ക്രിസ്തുവിനോട് മരിച്ചു എന്ന് പറയുന്നതിന്റെ ഒരു പർപ്പസ് എന്താണ്? നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എന്ന് പറയുന്നതിന്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ പഴയ മനുഷ്യനെ കൊല്ലണം, ഈ പഴയ മനുഷ്യൻ മരിക്കണം, ചാകണം. പുതിയ സൃഷ്ടി അത് പുതുതായി തീരണം. ഓൾഡ് മാൻ ഈസ് കിൽഡ് ആൻഡ് യു ബിക്കം എ ന്യൂ മാൻ. ഇതാണ് ഇതിൽ കൂടെ നടക്കുന്നത്. അതായത് നമ്മളിൽ ഉണ്ടായിരുന്ന പഴയ മനുഷ്യൻ മരിക്കുകയും ഒരു പുതിയ മനുഷ്യൻ നമ്മിൽ നിന്ന് ഉയർക്കുകയും നമ്മിൽ നിന്ന് ജീവിക്കുകയും ചെയ്യുക. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, അടക്കി, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തു, പുതിയ സൃഷ്ടിയായി ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ ഭാഗമായി സ്വർഗത്തിൽ നമ്മളെ ഇരുത്തിയിരിക്കുക. എന്നാൽ ഭാവി നിത്യത വരെ നമുക്ക് ഈ ജഡത്തിൽ ജീവിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെ ഈ മണ്ണിൽ നിന്ന് എടുക്കുന്നത് വരെ നമ്മൾ ഈ ജഡത്തിൽ ജീവിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മുടെ പുതിയ മനുഷ്യനും പുറത്തെ പഴയ മനുഷ്യനും തമ്മിൽ ഒരു വലിയ മൽപ്പിടുത്തം ഉണ്ടാവും. കാര്യം നമ്മുടെ അകത്തിരിക്കുന്ന പുതിയ മനുഷ്യനാണ്. ആ ഒരു പുതിയ മനുഷ്യനും പുറത്ത് ആ പഴയ മനുഷ്യനും, നമ്മളെ ഇപ്പൊ ഈ മൺകൂടാരത്തിൽ നമ്മുടെ ഈ ജഡത്തിൽ വെച്ചിരിക്കുക, ഈ പഴയ മനുഷ്യനും തമ്മിൽ ഒരു വലിയ മൽപ്പിടുത്തം ഉണ്ടാകുന്നുണ്ട്. അത് ഓരോ ദിവസവും ഭയങ്കര മൽപ്പിടുത്തമാണ്. മനസ്സിലായ? ആ പുതിയ മനുഷ്യനും പുറത്തെ പഴയ മനുഷ്യനും തമ്മിലുള്ള ഒരു വലിയ മൽപ്പിടുത്തം. അത് എന്താണ്, എങ്ങനെ അതിനെ റിസോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അതിലോട്ട് കയറുമ്പോഴത്തേനും അത് പഠിക്കും. റോമാലേഖനം 7-ാം അധ്യായത്തിൽ കടക്കുമ്പോഴത്തേനും നമുക്കത് കാണുവാനായിട്ട് കഴിയും. ഒരു വാക്യം ഒന്നൊന്ന് വായിച്ച് ഞാൻ മിക്കവാറും ഇന്ന് അവസാനിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. റോമാലേഖനം 7-ാം അധ്യായം 23-ാമത്തെ വാക്യം. 23-ാമത്തെ വാക്യത്തിൽ, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അത് പഴയ മനുഷ്യന്റെ, അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആർ വിടുവിക്കും? പോൾ പറയുകയാണ്, ഓ wretched man that I am, who shall deliver me from the body of this death. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ അടുത്ത ആഴ്ചയിൽ ചിന്തിക്കും. ഇതിനെ ഒക്കെ അല്പം കൂടുതലായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം. എന്ന് വരെ നമ്മൾ ഈ ശരീരത്തിലായിരിക്കും, അന്ന് വരെ ഈ പ്രോബ്ലം നമ്മളോടുണ്ട്. എന്നാൽ ഈ ശരീരത്തിനൊരു വീണ്ടെടുപ്പ് കിട്ടുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ഈ ശരീരം രൂപാന്തരപ്പെടുകയും ഇത് വീണ്ടെടുപ്പ് പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതൊക്കെ നമ്മൾ ചിന്തിക്കും.